നേരത്തെ എഴുന്നേറ്റ് പോണോലെ പറ്റി പറയാനുള്ളത് അവിടെ ഇരിക്കുന്ന സാധുക്കളോട്. മറ്റൊരു പോയിട്ടുണ്ടാവും, നേരത്തെ തന്നെ പോയിട്ടുണ്ടാവും, അവരത് കേൾക്കാനൊന്നും നിൽക്കില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധുക്കളോടാ പറയാ. അതിന്റെ പേരിൽ ദേഷ്യം പിടിക്കാറുള്ളതും പറയാറുള്ളതും ഒക്കെ അവരോടാണ്. അതുപോലെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉറപ്പാണ്. നമ്മളേതാകട്ടെ ഈ സദസ്സിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ സദസ്സിനെ ആക്കിയിട്ടുണ്ട്. ഈ സദസ് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് പറയാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അള്ളാഹുവേ നീ ഉണ്ടാക്കി തരണേ അല്ലാ. അള്ളാഹുവേ നീ ഉണ്ടാക്കി തരണേ അല്ലാ. അള്ളാഹുവേ നീ ഉണ്ടാക്കി തരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തുടങ്ങാം. ഇത് ഇത്തക്കിന്റെ എന്താണ് നരകമോചനം എന്നാണ് ഇത്തക്കിന്റെ അർത്ഥം. നരകത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ മോചിപ്പിച്ചെടുക്കണം. കാരണം എന്തങ്ങനെ പറയാൻ കാരണം? എന്തിനാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു? ഓരോ മനുഷ്യനും നരകത്തിലും സ്വർഗത്തിലും അള്ളാഹു സീറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കരുത്, അള്ളാഹു ചിലർക്കൊക്കെ നരകത്തിൽ സീറ്റ് ഒരുക്കി, ചിലർക്കൊക്കെ സ്വർഗത്തിലൊരുക്കി അവർ അങ്ങോട്ടെത്തി, നരകത്തിലേക്ക് ഒരുക്കിയവർ അങ്ങോട്ടും എത്തി. നല്ല ഹദീസിലുള്ളത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഓരോ മനുഷ്യനും നരകത്തിലും സ്വർഗത്തിലും സീറ്റുണ്ട്. അതേത് വാങ്ങണം, എന്റെ സീറ്റ് എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ സീറ്റ് ഉറപ്പിക്കുന്നത്. രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞ വാക്കാണല്ലോ അത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. മനുഷ്യന് ഞാൻ വഴി കാണിച്ചു കൊടുത്തു, മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ നിഅ്മത്തുകൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാം. ഔ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ട ഹംകായിട്ടും ജീവിക്കാം. ഷാക്കിറായും ജീവിക്കാം, കഫൂറായിട്ടും ജീവിക്കാം. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെയും കഴിയും. കൃതജ്ഞതയുള്ളവനായി ജീവിക്കണമെങ്കിൽ പറ്റും. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ നന്ദി കെട്ട തമ്മാടിയായി ജീവിക്കണമെങ്കിൽ അതിനും അള്ളാഹു അവസരം ഒരുക്കി തന്നിരിക്കുന്നു. ഒരാൾ കള്ളുകുടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, കൂത്താടി നടക്കുകയാണ്, അപ്പോഴേക്ക് അയാളെ തളർത്തിയിടുന്നില്ല അള്ളാഹു. പൂർവോപരി ആരോഗ്യം കൊടുക്കും, തുള്ളിച്ചാടി നടക്കാനുള്ള കഴിവ് കൊടുക്കും. അതൊക്കെ അള്ളാഹു നൽകും. കാരണം അള്ളാഹു പറഞ്ഞു, രണ്ടു വഴിക്കും വഴി വെട്ടി തെളിയിച്ചു കൊടുക്കുന്നത് ഞാനാണ്. ഏതു വഴിയിലൂടെയും അവന് സഞ്ചരിക്കാം. മുള്ളുള്ള വഴിയിലൂടെയും പോകാം, മുള്ളില്ലാത്ത വഴിയിലൂടെയും പോവാം. ഏതിലൂടെ പോകണമെന്ന് അവന് തീരുമാനിക്കാവുന്നതാണ്. വല്ലാത്ത ഒരു വാക്കാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ എന്ന് പറഞ്ഞ സൂറത്തുൽ ഇൻസാനിലെ ആ വരി വല്ലാത്തൊരു വരിയാണ്. അപ്പൊ നമ്മൾ എവിടേക്ക് സീറ്റ് ഉറപ്പിക്കണം? നരകത്തിൽ നിന്ന് നമ്മുടെ പെരടിയെ നാം മോചിപ്പിക്കുക തന്നെ വേണം. നരകത്തിലും നമുക്ക് സീറ്റുണ്ട്, സ്വർഗത്തിലുണ്ട്. അത് സ്വർഗത്തിൽ മാത്രം ആക്കണം. നരകത്തിലെ സീറ്റിൽ നിന്ന് നമ്മൾ മോചിതനാവും. അതുകൊണ്ടാണ് ഇത്തക്ക് നടത്തണം എന്ന് പറയാൻ കാരണം. നരകമോചനം വേണം. ആ നരകമോചനം ആത്മാർത്ഥമായി നടത്തണമെങ്കിൽ ഇപ്പൊ ഇന്ന് അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചതോടുകൂടെ നമ്മൾ ചൊല്ലിത്തുടങ്ങി, അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ.
എന്ന ദിക്ർ നമ്മൾ ഇന്ന് ചൊല്ലിത്തുടങ്ങി. റബ്ബേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ നീ സ്വർഗത്തിൽ കടത്തിത്തരണേ, ലോകരക്ഷിതാവായ അല്ലാഹുവേ. ഇത് ഞാനും നിങ്ങളും ചൊല്ലാൻ തുടങ്ങിയില്ലേ? എത്ര പേര് ഇത് ചൊല്ലുമ്പം ഇതിന്റെ ഗൗരവം ഓർത്തിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ, സഖാഫി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു വിഷയത്തെ നാം അറിഞ്ഞു ചോദിക്കുമ്പോഴേ, അതിനെ തൊട്ട് അഭയം ചോദിക്കുമ്പോഴേ ഭയം പൂർത്തിയാവൂ. ഒരു വസ്തുവിനെ അറിഞ്ഞ അഭയം ചോദിക്കുമ്പോഴാണ് അതിൽ ഭയം പൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു കടമ നിർവഹണമായിരിക്കും. അങ്ങനെ പലരും ഇങ്ങനെ ചൊല്ലും. അങ്ങനെ അന്ന് മനസ്സ് തട്ടിയിട്ടുള്ള ഏർപ്പാടല്ല. നമ്മളെ തറാവീന്റെ ശേഷമുള്ള നെയ്യത്ത് പോലെ എന്റെ ഏർപ്പാട്. നെയ്യത്ത് ഇങ്ങനെ ചെയ്തു വരുമ്പോ നവൈത്തു സോമഗദിൻ അല്ലേ? ചില ആളുകൾക്ക് അത് തീരെ മനസ്സിൽ തട്ടാറില്ല. മനസ്സ് തട്ടാതെ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നെയ്യത്താവും. നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് ശരിക്ക് തട്ടിയിട്ടാണ്, മനസ്സുകൊണ്ടാണ് അവൻ നെയ്യത്ത് കരുതിയതെങ്കിൽ നോമ്പ് കിട്ടും. മനസ്സുകൊണ്ട് കരുതാതെ നാവുകൊണ്ട് 1000 വട്ടം പറഞ്ഞാലും നോമ്പ് കിട്ടൂല, നോമ്പ് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? അത് മനസ്സറിഞ്ഞിട്ട് പറയണം, മനസ്സറിഞ്ഞു പറയണം. അത് ഉസ്താദുമാര് ഒന്ന് ഉത്ബോധിപ്പിച്ചാൽ ആ വിഷയം ശ്രദ്ധയിൽ വരും. അത് മനസ്സറിഞ്ഞ് പറയണം. ഈ ഒരു സംവിധാനം നമ്മുടെ മുൻഗാമികളിലൂടെ ഉണ്ടാക്കിയതാണ്. അതിനെ വിമർശിക്കാൻ പറ്റില്ല. തറാവീഹിന്റെ ശേഷം നിയ്യത്ത് വെച്ചു കൊടുക്കുന്നത് ഒരു ഉഴപ്പൻ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു വിമർശിക്കാൻ പാടില്ല. കാരണം എന്താ? അത് നമ്മുടെ മുൻഗാമികൾ നമ്മളെക്കാൾ തലയും വാലും ഉള്ളവരുണ്ടാക്കിയതാണ്. എന്താണ് അതിന്റെ ഗുണം എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഗുണം പലപ്പോഴും നോമ്പിന്റെ ഫർദ് നോമ്പിന്റെ നിയ്യത്തിലെ രാത്രി നിയ്യത്ത് ചെയ്യൽ നിർബന്ധം. നിയ്യത്തിൽ തബീർ അത് രാത്രിയായിരിക്കൽ നിർബന്ധമാണ്. നേരം വെളുത്താ പിന്നെ നിയ്യത്ത് കിട്ടൂല. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയ്യത്തിന് ചാൻസ് ഇല്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ അങ്ങനെയല്ല. നേരം വെളുത്തുച്ചതിന് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ പലപ്പോഴും പലർക്കും നഷ്ടപ്പെടും. ഈ റമദാനിന് 2 പേരെന്നോട് ചോദിച്ചു, ഉസ്താദെ 1-2 ദിവസം നിയ്യത്ത് മറന്നുപോയി, ഇനി എന്ത് ചെയ്യണം? പരിഹാരം ചോദിക്കുകയാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ഖളാ വീട്ടാൻ പറഞ്ഞു. അപ്പൊ പിന്നെ വീണ്ടും ചോദിക്കും, വല്ല വകുപ്പുണ്ടോ ഇതുമേ തന്നെ അങ്ങനെ ഒപ്പിക്കാൻ? കാരണം നോമ്പ് നോൽക്കാനാവൂല. വകുപ്പ് ചോദിക്കുന്നവർക്ക് നമുക്ക് വകുപ്പൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ പ്രബലമായ അഭിപ്രായം ഖളാ വീട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം. ഒരു നോമ്പോ 2 നോമ്പോ അല്ലേ. പക്ഷെ ഈ ഒരു അബദ്ധം വരൂല. ഒരൊറ്റ ദിവസം പോലും നിയ്യത്ത് മറന്നുപോയി എന്ന പരാതി ഉണ്ടാവില്ല. എന്ത്? തറാവീഹിന് മുഴുവൻ പങ്കെടുത്തവനാണെങ്കിൽ. ഞാൻ അപ്പച്ചനെ ചോദിച്ചു അദ്ദേഹത്തോട്, തറാവീഹിന് പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞു. അതെന്നെ കുഴപ്പം. അപ്പൊ ഈ നിയ്യത്ത് നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത്രയും വലിയൊരു കാര്യം അതിന്റെ പിറകിലുണ്ട്. പക്ഷെ പറയുമ്പോ ഒന്ന് മനസ്സും കൂടെ അതിന്റെ ഒപ്പം വേണം എന്ന് ഒരപേക്ഷ. ഇപ്പൊ പറയേണ്ട കാര്യമല്ല, 10 രൂപ കഴിഞ്ഞു. എന്നാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. കാരണം പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. ഇതിന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അറിയങ്ങള്? ഒരു ദിവസം ഇങ്ങനെ അന്തം വിട്ട് നിയ്യത്ത് ചെയ്ത ഒരാളെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പിറ്റേന്ന് ചോദിച്ചാൽ മതി. അയാൾക്ക് മനസ്സുണ്ടായിരുന്ന കുറെയൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ. മൂത്തുക്ക് നോക്കിയാൽ തന്നെ അറിയാം, മൂപ്പരിപ്പോ ഏതോ ലോകത്ത് സ്വപ്നം കാണുകയാണ്. ഇവിടെ നവൈത്ത് പറയുമ്പോൾ മൂപ്പരും നവൈത്ത് പറയുന്നുണ്ട്, സോമാദ്യം പറയുമ്പോൾ സോമാദ്യം പറയുന്നുണ്ട്, ഞാൻ കരുതിയാണപ്പോ ഞാനും കരുതി അറിയുന്നുണ്ട് അല്ലെ. ഇതൊക്കെ മൂപ്പരിങ്ങനെ പറയാം. ഇതെന്തോ ഒരു ലോകത്താണെന്ന് ഇത് കേട്ടാൽ തന്നെ അറിയാം. അയാളെ കണ്ണും മുഖവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. പിറ്റേന്ന് രാവിലെ നമ്മൾ അയാളെ വിളിച്ചിട്ട് അയാളോട് ചോദിക്കാം, നിങ്ങൾ ഇന്നലെ രാത്രി നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇന്നലെ രാത്രി നിയ്യത്ത് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ അയാൾ ഉടനെ പ്രതികരിക്കാം. സാധാരണ തറാവി കഴിഞ്ഞാൽ ഇമാമ വെച്ചേരലുണ്ടല്ലോ, മൂലര് വെച്ചില്ലേ ഇന്നലെ ഉണ്ടോ? ഇയാളിത് കേട്ട് ചെല്ലിയിട്ടുണ്ട്. പക്ഷെ മനസ്സ് തീരെ ഒപ്പുണ്ടായിട്ടില്ല. അതിന്റെ തെളിവാണ് നിയ്യത്ത് വെച്ചോന്ന് പോലും അറിയില്ല.
ഇത് മനസ്സൊപ്പം ചലിക്കാത്തത് കൊണ്ടാണ്. അപ്പോ ഇത് വെക്കുന്ന സമയത്ത് അതും കൂടെ കരുതണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ആകരുത്. ഇത് വളരെ എന്ന് പറയുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ഒക്കെ പറയുമ്പോൾ മനസ്സില്ലെങ്കിലും നിങ്ങളെ നോമ്പിനെ ഒന്നും ബാധിക്കൂല. മറ്റേ നോമ്പിനെ തന്നെ ബാധിച്ചാളും. നെയ്യത്തിന്റെ കാര്യം നോമ്പിനെ കിട്ടാതെ പോകും. ഏതായാലും ഇതിലും മനസ്സ് വേണം. അപ്പോഴല്ലേ ശരിക്ക് കുറ്റബോധം ഉണ്ടാവുക, ഖേദം ഉണ്ടാവുക. തൗബയുടെ ശർത്തുകളല്ലേ അതൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? അപ്പൊ അതുകൊണ്ട് നന്നായി മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മൾ ധാരാളം ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ 30 ദിനരാത്രങ്ങളിലും ചൊല്ലാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോടും അതുപോലെ തന്നെ സഹാബത്തിനെ മൊത്തം വിളിച്ചുകൊണ്ടും ഉപദേശിച്ച ഒരു വലിയ 4 വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വലിയ 4 വാചകങ്ങൾ. 1 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 ഇസ്തിഗ്ഫാർ, 3 സുആലുൽ ജന്ന, സ്വർഗം ചോദിക്കുക, 4 നരകത്തെ തൊട്ട് അഭയം തേടുക. ഇത് 4 നിങ്ങൾ അധികരിപ്പിക്കണം എന്നാ മുത്തുനബി പറഞ്ഞു. അധികരിപ്പിക്കണം. ആയിഷ ബീവിയോട് പറഞ്ഞു ലൈലത്തുൽ ഖദർ ആണ് എന്ന് സാധ്യത തോന്നുന്ന രാവിൽ അക്തിരി ആയിഷോ നീ അധികരിപ്പിക്കണം കേട്ടോ എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. സാധ്യത തോന്നുന്ന എന്നും ചെല്ലേണ്ടതാണ്. അത് സൽമാനുൽ ഫാരിസിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു നീണ്ട ഹദീസുണ്ട്. അതിന്റെ അവസാന ഭാഗമുണ്ട്. എന്നും ഇത് ചൊല്ലണം. അത് പറയാണ്, ആ ചൊല്ലലാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റബ്ബേ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, നിന്നോട് ഞാൻ നരകത്തെ തൊട്ട് അഭയം തേടുന്നു. സ്വർഗം നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് എത്ര കണ്ട് ഹൃദയ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഹൃദയ സാന്നിധ്യം ഇല്ലാതെ പറയേണ്ടതല്ല. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ഒരു 3 വട്ടം മാത്രം ചൊല്ലാനുള്ളതല്ല ഇത്. നിസ്കാരത്തിന്റെ ശേഷം അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? പ്രത്യേകിച്ചൊരു സുന്നത്ത് റമളാൻ മാസത്തിൽ എല്ലാ സമയത്തും ഇത് ചൊല്ലൽ സുന്നത്താണ്, അധികരിപ്പിച്ച് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം കൂടുതൽ ഉത്തരം കിട്ടാൻ പ്രതീക്ഷയുള്ള സമയമാണ്. അപ്പൊ എന്തായാലും ഒരു 3 വട്ടെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം ഇത് ചൊല്ലുക എന്നുള്ളതും നമ്മുടെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പതിവ് ശൈലിയാണ് അല്ലേ? അല്ലാതെ കിതാബിൽ ഇങ്ങനെ അതിന്റെ ശേഷം അങ്ങനെ 3 വട്ടം ചൊല്ലുക എന്നുണ്ടോ? അങ്ങനെ ഒരു സുന്നത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതെന്താ ഒരു പ്രതീക്ഷക്ക് കൂടുതൽ വകുപ്പുള്ളിടത്ത് ഒരു 3 വട്ടം. എന്നാ ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ ദിക്ർ നിങ്ങൾ റമദാനിൽ അധികരിപ്പിച്ചു ചൊല്ലണമെന്നാണ്. നമ്മളൊക്കെ എത്രയാ അധികരിപ്പിച്ചു ചൊല്ലിയത്? നമ്മൾ എത്രയാ അധികരിപ്പിച്ചു ചൊല്ലിയത്? ഞാൻ പറയുന്നു, ഒരു റമദാൻ കഴിയുമ്പം 1,00,000 തവണ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റിയല്ലേ? അല്ലെങ്കിൽ ഒരു 50,000, അല്ലെങ്കിൽ ഒരു 25,000, അല്ലെങ്കിൽ ഒരു 10,000. ഒരു 25,000, 50,000 ഒക്കെ എന്തായാലും ഉണ്ടാവൂലേ? ചിലർക്ക് ഇങ്ങനെ തോന്നും. അതൊക്കെ ഏതായാലും ഉണ്ടാവൂലേ? എത്ര വട്ടാത് ചെല്ലണത്? ദുഹ്റുക്കും ചെല്ലണ്, അസർക്കും ചെല്ലണ്, മഗ്രിബുക്കും ചെല്ലണ്, ഇശാക്കും ചെല്ലണ്, അല്ലേ? സുബഹിക്കും ചെല്ലണ്, പിന്നെ തറാവീഹിന്റെ ഇടയിൽ പുട്ട് തേങ്ങട്ട് പോലെ ചെല്ലന്നെ. അപ്പൊ ഇത്ര ഉണ്ടാവില്ല, 1 മാസം ചെല്ലണമില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ കറക്റ്റ് കണക്കൊന്ന് കൂട്ടി വെക്കണോ? ഇത് നമ്മളിപ്പോ വലിയ പ്രതീക്ഷയായിരുന്നു, കുറെ വട്ടം ചെല്ലിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലേ നമ്മൾ കരുതിയിട്ട് എത്ര വട്ടം ചെല്ലിയിട്ടുണ്ട്? ഒരു 10,000 വട്ടം റമദാൻ കഴിയുമ്പോഴൊക്കെ ആകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. സത്യത്തില് 5 വഖത്ത് നിസ്കാരം, ഓരോ നിസ്കാരത്തിന്റെ പിറകിലും 3 വട്ടം ചെല്ലും. 13, 15. ഒരു ദിവസത്തെ കണക്ക് 15 വട്ടം. പിന്നെ അതുപോലെ ഈ തറാവീഹിന്റെ ഇടയിൽ 4 റക്അത്ത് ആവുമ്പോ ഒന്ന് അതുപോലെ അതിന്റെ ഇടയിൽ ഒക്കെ ഒന്നിങ്ങനെ ചൊല്ലിത്തരും. ഇതാണ് ഇപ്പൊ നമ്മൾ ആകെ ചെല്ലുന്നത്. ഇതൊക്കെ പാടെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഒന്ന് കൂട്ടി വെക്കേണ്ടി എത്ര ഉണ്ടാകും അവസാനം?
എത്ര വട്ടം ഉണ്ടാകും നമ്മൾ ഈ ചൊല്ലുന്നത് എന്നിങ്ങനെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 4 റക്അത്ത് വരുമ്പോഴല്ലേ ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നുള്ളൂ. 3 വട്ടം ചൊല്ലൂ അല്ലേ? 4 റക്അത്ത് ചെയ്യുമ്പോൾ 3 4 3 അല്ലേ? അവിടെയും അങ്ങനെ തന്നെ 12 വട്ടം. പിന്നെ തുടക്കത്തിൽ സ്വാഭാവികമായിട്ടൊരു ചൊല്ലല് ചെല്ലും, അല്ലെങ്കിൽ വിത്തറിന് ഒരു ചൊല്ലല് ഒക്കെ പാടെ നമ്മൾ 15 ആവും കൂട്ടുക. 15 30 ഒരു മാസം ചൊല്ലിയാൽ എത്ര കിട്ടും? എത്ര കുഞ്ഞാപ്പം ഉണ്ടാകുക? 900 വട്ടം. ഒരു മാസം ചൊല്ലിയിട്ട് 1000 പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടപ്പൊ നമ്മളിങ്ങനെ 10,000 50,000 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. 1000 പോലും ആയിട്ടില്ല. റസൂലുള്ള പറഞ്ഞതോ, ഈ മാസം നിങ്ങൾ ഈ ദിക്ർ അധികരിപ്പിക്കണം. ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ നീ അത് അധികരിപ്പിക്കണം. ഇതാണോ അധികരിപ്പിക്കല്? അപ്പൊ എന്താണ്? പഴയ കാരണവന്മാരുടെ ആ ശീലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അവർ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ബഡായി പറയുന്നതിന് പകരം അവരിങ്ങനെ ചെല്ലുമായിരുന്നു. വെറുതെ ഇരിക്കുമ്പോ ഒക്കെ ചെല്ലാലോ, വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ചെല്ലാലോ, മുറ്റടിക്കുന്ന പെണ്ണിനപ്പൊ ചൊല്ലിക്കൂടെ, നിലം തുടച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന് ചൊല്ലിക്കൂടെ, എപ്പോഴും ചൊല്ലിക്കൂടെ? ഈ ദിക്ർ ചെല്ലാൻ പറ്റാത്ത സമയം എപ്പോഴാണ്? ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ചെല്ലാൻ പാടില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് നല്ല പണികളുമായിട്ട് കഴിയുമ്പോൾ അങ്ങനെ ചൊല്ലിക്കൂടെ? നാവിനൊരു തടസ്സമില്ലല്ലോ. ഒരു 3 വട്ടം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സദസ്സിൽ നിന്ന് ചൊല്ല്, അത് മനസ്സ് പതിഞ്ഞ് ചൊല്ലിക്കോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. പടച്ചോനെ, ഞങ്ങൾ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നരകത്തെ തൊട്ട് അഭയം തേടുമ്പോ ഈ 10ലേക്കായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ചൊല്ലി വരുന്ന അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ എന്ന ദിക്റൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോ അതൊന്നും മനസ്സ് കുലുങ്ങി ചൊല്ലാൻ, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നരകമെന്ന് പരിചയപ്പെട്ട് ചൊല്ലണം. അപ്പോഴേ ഭയമുണ്ടാവൂ. എന്താ നരകം? നരകത്തിന്റെ ഗൗരവം എത്ര വലുതാ! പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു കിടക്കുകയാണ് നരകത്തിന്റെ ഭയാനകതകൾ. നിറഞ്ഞു കിടക്കുന്നു. 1 2 3 നിറഞ്ഞു കിടക്കുകയാണ്. സൂറത്തുൽ വാഖിയയിൽ പോയാൽ നരകത്തെക്കുറിച്ച് കിടിലൻ അവതരണമുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ പോയാലുണ്ട്, സൂറത്തുൽ മആരിജിൽ പോയാലുണ്ട്. അങ്ങനെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകം ഏതെങ്കിലും ഒരു സൂറ ബേസ് ചെയ്ത് പറയാൻ വളരെ കുറഞ്ഞ വാക്കുകളേ ഉണ്ടാവുള്ളൂ. ആ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വിശദീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രഭാഷണം മുഴുവനും അത് മാത്രം വിശദീകരിക്കാൻ നീക്കി വെച്ചാൽ സമയം കിട്ടില്ല. ഇത്രയുമാണ്. ഇപ്പൊ സൂറത്തുൽ ഗാശിയയിൽ ഇങ്ങനെ പോയിട്ട് നരകത്തെ കുറിച്ചൊരു പഠനം, നരകത്തെ പറ്റി സൂറത്തുൽ ഗാശിയ പറഞ്ഞ ഭാഗം, ഉജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. ഇതാണ് സൂറത്തുൽ ഗാശിയയിലെ നരകചിത്രം. നാളെ വെള്ളിയാഴ്ച കേൾക്കാൻ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവ് നിങ്ങൾ കേട്ടു ഇല്ലേ? വിത്ർ നിസ്കരിച്ചപ്പോ കേട്ടു, ഇശാ നിസ്കരിച്ചപ്പോ കേട്ടു. പലപ്പോഴും കേൾക്കുന്നതാ ഹൽ അതാക. അതിലുള്ള നരകചിത്രമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ എടുത്തു തന്നത്.
നമുക്ക് അത് വെച്ചുകൊണ്ടൊരു ചെറിയ ചർച്ച നടത്താം. സൂറത്തുൽ ഗാശിയയിലെ നരക ചിത്രം എടുത്തുകൊണ്ടൊരു ചർച്ചയാകാം. നാളെ അന്നേ ദിവസം പരലോകത്ത് പുനരുത്ഥാന നാളിൽ അവിടെ ചില മുഖങ്ങൾ, അതാ കീഴ്പോട്ട് തൂങ്ങിക്കിടക്കുന്ന ചില മുഖങ്ങൾ അവിടെ വരും. അന്ന് ചില മുഖങ്ങളുണ്ട്, കുനിഞ്ഞു നിൽക്കുന്ന മുഖങ്ങളാണ്. നരകാവകാശികളുടെ മുഖങ്ങളൊക്കെ കുനിഞ്ഞാ നിൽക്കുക, നേരെ നോക്കാൻ പറ്റൂല, മാനക്കേടുണ്ട്. കാരണം അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവൂല എന്ന് കുറെ മുദ്രാവാക്യം വിളിച്ച് നടന്നതാ, കുറെ ലേഖനം എഴുതിയതാ, കുറെ പ്രസംഗിച്ചതാ, കുറെ സുഹൃത്തുക്കളോട് വാദപ്രതിവാദം നടത്തിയതാ. നിരീശ്വരവാദിയാ, യുക്തിവാദിയാ. ഇവൻ നാളെ പരലോകത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോ ബേജാറ് തന്നെയാണ്. അപ്പൊ ഇവൻ അറിയാം ഇന്ന് എന്റെ അന്ത്യം എന്തായിരിക്കും. അതുകൊണ്ട് ഒരു നനഞ്ഞ പൂച്ചയെ പോലെ ഇവരിങ്ങനെ കീഴ്പോട്ട് തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. മാനക്കേട്, അപമാനം സഹിക്കവയ്യാതെ. അന്ന് ചില മുഖങ്ങൾ കുനിഞ്ഞ മുഖങ്ങളായിരിക്കും. എന്തുകൊണ്ടാണ് ഈ മുഖങ്ങൾ നേരെ പിടിക്കാൻ കഴിയാതെ ഉലഞ്ഞുപോയത്? എന്തേ ഈ മുഖങ്ങൾ ഇങ്ങനെ കുനിഞ്ഞുപോയത്? ഇവർക്കെന്തേ മുഖം പൊക്കി നോക്കുന്നതിനുള്ള തടസ്സം? ഇവരൊരു പണിയും ചെയ്യാത്തത് കൊണ്ടാണോ? അതാണ് ഖുർആനിലെ അടുത്ത ആയത്ത്. ഒരു പണിയും ചെയ്യാത്തത് കൊണ്ടാണോ ഈ സാധുക്കൾ ഇങ്ങനെ ആയത്? ഇവര് ജനിച്ച അന്ന് അങ്ങ് ഉറങ്ങി, മരിക്കുന്ന അന്ന് ഉണർന്ന് അങ്ങ് മരിച്ചു പോയതാ? അങ്ങനെയാണെങ്കിൽ വിശ്രമിച്ചിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അല്ല, സ്വർഗാവകാശികൾ പണിയെടുത്തിട്ടുണ്ട്, അമല് ചെയ്തിട്ടുണ്ട്. എന്നാൽ നരകാവകാശികളും അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടവർ. പണിയെടുത്ത് തളർന്നവരാണവർ. അതാണ് അതിന്റെ അർത്ഥം. പണിയെടുത്ത് തളർന്നവരാണവർ. എന്തേ കാരണം? ഹറാമും ഹലാലും നോക്കാതെ വലിച്ചു കൂട്ടിയവനാണവൻ. അതിനും വേണ്ടേ ഓടിപ്പായ? നേരം വെളുത്താ കണ്ടില്ല, ഞങ്ങൾ ചോറ് കഴിക്കാൻ ഒഴിവില്ലാതെ ഹറാമ് വലിച്ചു കൂട്ടാൻ ഓടി നടക്കുന്ന ആളുകളെ. ഭക്ഷണം കഴിക്കാൻ സമയമല്ല, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സമയമല്ല, മക്കളെയും കുട്ടികളെയും കാണാൻ സമയമല്ല. 24 മണിക്കൂറും അള്ളാഹുവിനെ തെറ്റ് ചെയ്തിട്ട് ഭൂമിയിൽ ഓടിക്കളിക്കുന്നവരില്ലേ? ആരും ഇവിടെ വിശ്രമിച്ച് മൂലയിലിരുന്ന് തിന്നുന്നില്ല. ഹറാമായ മാർഗത്തിൽ സമ്പാദിക്കുന്നവനും അധ്വാനിക്കണം, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുന്നവനും അധ്വാനിക്കണം. ഇനി മദ്യപിക്കുന്നത് പണിയാണ്, അല്ലേ? വ്യഭിചരിക്കുന്നത് പണിയാ, മദ്യപിക്കുന്നത് പണിയാ, മനുഷ്യനെ കൊല്ലുന്നത് പണിയാ, ബാങ്ക് കവർച്ച ചെയ്യുന്നത് പണിയാ. അതൊന്നും പണിയാണ്, എയർപോർട്ടിലെ പണി തന്നെയാണല്ലോ. വിശ്രമിച്ചിട്ടല്ല നരകം വാങ്ങിയത്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്തതല്ല, അവർ തളർന്നിരിക്കുന്നു. നാസിബ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ടയേർഡ്, വളരെ തളർന്നിരിക്കുക, തളർന്നവരാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷെ അധ്വാനിക്കേണ്ട മാർഗത്തിലല്ല അധ്വാനിച്ചത് എന്ന് മാത്രം. അതുകൊണ്ട് അവർ അധ്വാനിച്ചിട്ടുണ്ടെന്നല്ല, കഠിനാധ്വാനം ചെയ്ത് തളർന്നിട്ടുണ്ട്. അവര് ചെന്ന് കടക്കുന്നത് എവിടെയാ? ഞാനിതിൽ ഓരോ ആയത്തുകളും വിശദമായി വിശദീകരിച്ചാൽ അങ്ങനെ നീണ്ടു, അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ശരിക്ക് ആ ഹാഷിയ പറഞ്ഞത് തന്നെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇതിൽ കുറ്റവാളികൾ തലതാഴ്ത്തി നിൽക്കുന്ന രംഗെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഒന്നും കൂടെ വിശാലായി ഇവിടെ ചെറിയ വാക്കിൽ ഒതുക്കിയിരിക്കുക ഹാഷിയാണ്. കാരണം സൂറത്തിന്റെ വലിപ്പം കുറയും തോറും വളരെ 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 ക്യാപ്സൂളായിട്ടാണ് അതിന്റെ വചനങ്ങൾ വരിക. ചുരുങ്ങും തോറും ചെറിയ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും.
അപ്പൊ കുറ്റവാളികൾ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു രംഗം മറ്റൊരിടത്ത് പറയുന്നു. അപ്പൊ ഇങ്ങനെ തലതാഴ്ത്തി നിന്ന് പിന്നെ അവർ ചെന്ന് കടന്ന് കത്തിയെരിയുന്നത്, കത്തിയെരിയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവർ കത്തിയെരിയും, ആ മുഖങ്ങൾ കത്തിയെരിയും, അതായത് ആ ആളുകൾ കത്തിയെരിയും. ചുട്ടുപൊള്ളുന്ന തീയിൽ പോയി അവർ കത്തിയെരിയേണ്ടി വരും. ചുട്ടുപൊള്ളുന്ന തീയിൽ പോയി അവർ കത്തിച്ചാമ്പലാവും. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുകയാണ്, ഇന്നും കേട്ടു, ഒന്നിലധികം തവണ കേട്ടു. ഓതിയവർക്ക് വല്ല കുലുക്കവും ഉണ്ടായോ? കേട്ട എനിക്കും നിങ്ങൾക്കും വല്ല കുലുക്കവും ഉണ്ടോ സഹോദരാ? ഇവിടെയാ ചിന്തിക്കേണ്ടത്. നമ്മൾ തീരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാ ഞാൻ പറയുന്നത്. ഈ നാറൻ ഹാമിയ എന്നൊക്കെ പറയുമ്പോ ചുട്ടുപൊള്ളുന്ന തീയിൽ പോയി കത്തി കരിയേണ്ടി വരും. ലാഘവത്തോടെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റിയതാണോ? എന്താ ഖുർആൻ ഇതിനെപ്പറ്റി പറഞ്ഞത്? ചുട്ടെരിയുന്ന തീ, ചുട്ടുപൊള്ളുന്ന തീ, അതിൽ പോയി കത്തി ചാമ്പലാവും എന്ന് പറഞ്ഞാൽ, ചുട്ടുപൊള്ളുന്ന തീ എന്ന് പറഞ്ഞാൽ ആ തീയിന്റെ വലിപ്പത്തിറയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിലെത്തിയും ദുനിയാവിലെത്തിയും തമ്മിലുള്ള ഡിഫറൻസ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? നരകത്തിലെ തീയിന്റെ 70% 70% നിങ്ങളുടെ ദുനിയാവിലെ തീയ്. നാറുക്കും ഹാദിഹി റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവിലെ തീയില്ലേ, അത് നരകത്തീയിന്റെ 70 ഭാഗങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ അത് തിരിച്ചു പറയുകയാണെങ്കിൽ നരകത്തിലെ തീയ് ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടാണ്. തിരിച്ചായിട്ട് പറയാലായിരിക്കും വേഗം മനസ്സിലാകാൻ നല്ലത്. ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയിനുള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരാ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അഊദു ബിക മിനന്നാർ എന്ന് പറയുമ്പം ഇതേക്കുറിച്ചൊരു ചെറിയ ചിന്തയെങ്കിലും, ഒരു മിന്നലാട്ടം തന്നെയെങ്കിലും നമ്മുടെ കൽബിലൂടെ കടന്നുപോയിട്ടുണ്ടോ സഹോദരാ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങളുമല്ലേ പരാജയപ്പെട്ടത്? അല്ലേ? ഒരു പുതുമയില്ല നമുക്ക് സത്യം പറഞ്ഞ ഈ തീയിന്റെ കടുപ്പം. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു പറയുന്ന ആയത്ത് കടുപ്പമുള്ള ആയത്ത്, ഇടനെഞ്ച് കുലുങ്ങുന്ന തരത്തിലുള്ള അവതരണമാണ് സൂറത്തുൽ മുർസലാത്തിൽ. നരകത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നിടത്ത് പറഞ്ഞത് കാണാം. ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്. കാരണം ഓതാൻ പറ്റിയ, നരകത്തെ പരിചയപ്പെടുത്തി, നരകത്തിലെ തീയിന്റെ ഗൗരവം, നരകത്തിലെ തീയിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണ്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. നരകം മേലോട്ട് തുപ്പിക്കൊണ്ടിരിക്കും. നരകം മേലോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും, തുപ്പിക്കൊണ്ടിരിക്കും. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ട് തുപ്പിക്കൊണ്ടിരിക്കും നരകം. നരകത്തിൽ നിന്ന് നരകം കത്തിച്ച് ആ നരകം ഇങ്ങനെ ഉഷാറാക്കി കഴിഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് വരുന്നത്, അതാ മുകളിലേക്ക് പറന്നു പോകുന്നത് ഒരു കൊട്ടാരത്തിന്റെ ഉയരമുള്ള തീപ്പൊരികളാണ്. ഇത് ഞാൻ നിങ്ങളെ വാദ് പറഞ്ഞ് പേടിപ്പിക്കല്ല, പള്ളിയിലെ ഉസ്താദ് പറയല്ല, നിങ്ങളെ ആരും പറഞ്ഞു പേടിപ്പിക്കല്ല. ഇന്ന് നിങ്ങൾ നോമ്പ് തുറന്ന ഭക്ഷണമില്ലേ, ആ ഭക്ഷണം നിങ്ങൾക്ക് നൽകിയ റബ്ബ്, ഇപ്പോഴും നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു അവന്റെ ഒത്താശ മുഖേനയാണ് നമുക്ക് കിട്ടിയതല്ലേ? അത് അവന്റെ വകയാ.
അവന്റെ ഔദാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഈ സമയത്ത് റബ്ബ് നിഷേധിക്കാൻ ഒരുങ്ങിയാൽ ഞാൻ ഇവിടെ വീഴും, അല്ലേ? അപ്പൊ ഇപ്പോഴും ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ആരാണോ എനിക്ക് നൽകിയത്, എനിക്ക് ആരോഗ്യം തന്നവൻ, എനിക്ക് ഉണ്മ നൽകിയവൻ, എനിക്ക് ഭക്ഷണം തരുന്നവൻ, എനിക്ക് വെള്ളം തരുന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് രണ്ടു വഴി കാണിച്ചു തന്നവൻ, വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാർഗങ്ങൾ കാണിച്ചു തന്നവൻ, അവൻ പറഞ്ഞ വാക്കാണിത്. എന്റെ വക കുത്തിയിട്ടില്ല. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കൂ, ഈ പറഞ്ഞ വാക്കിൽ ഉസ്താദിന്റെ സ്വന്തം വകയായിട്ടെന്തോ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കും നരകം. കന്നഹു ജിമാലത്തുൻ സുഫർ, ആ ഒരു പൊരി, നരകത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു പൊരിയുടെ ഉയരം ഒരു കൊട്ടാരത്തിന്റെ ഉയരമാണെങ്കിൽ ആ ഒരു പൊരിയുടെ വണ്ണം കന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണമാണ്. സൂറത്തുൽ മുർസലാത്ത് അല്ലാഹു പറഞ്ഞതാ. ഇത് പർവ്വതീകരിക്കില്ല. കാരണം അല്പം പോലും കൂട്ടാതെയും കുറക്കാതെയും ഉള്ളതുള്ളതുപോലെ പറയുന്നവനാ പഠിച്ചവൻ. ഞാൻ പറഞ്ഞതാണെങ്കിൽ അതിലെന്തോ കുറച്ചൊരു പർവ്വതീകരണം നടന്നോ ആളെ പേടിപ്പിക്കാൻ തോന്നിയേക്കാം. ഇല്ല. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണമാണ്, ഒരു കൊട്ടാരത്തിന്റെ ഉയരവുമാണ്. ഒരു തീപ്പൊരി നിങ്ങളൊന്ന് സങ്കല്പിക്കുക. സാധാരണ നമ്മളൊക്കെ അടുப்புന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ തീ പൊങ്ങാറുണ്ട്, തീപ്പൊരി പൊങ്ങാറുണ്ട്. തീയല്ല, തീ പൊങ്ങുമ്പോ തീപ്പൊരി പൊങ്ങും. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും തീപ്പൊരി എന്ന് പറഞ്ഞാൽ പേരെ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം അതൊന്നും കാണുന്നില്ലല്ലോ. അടുപ്പിൽ തീ കത്തിക്കുന്ന കാലത്തേ അത് കാണുള്ളൂ. ഇപ്പൊ പലപ്പോഴും സ്റ്റൗവിൽ തീ കത്തിക്കുമ്പോ തീപ്പൊരി എന്താണെന്നും ചിലപ്പം കാണാനും ഇതിനൊക്കെ പ്രയാസമായിരിക്കും. പക്ഷേ എന്നാലും സ്റ്റെപ്പിലേക്ക് തീ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ തോക്കിങ്ങനെ അടിക്കുമ്പോ പൊരി വരും. അങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കുക തീപ്പൊരി. അതാണ് ഇപ്പൊ ഈ തീപ്പൊരി എന്ന് പറഞ്ഞ സാധനം. പഴയ കാലത്തൊക്കെ തെങ്ങോല വെച്ച് അടുപ്പിൽ ഇങ്ങനെ കത്തിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് പൊരി ഇങ്ങനെ പോകും, വിറകും ഓലയൊക്കെ കത്തുമ്പോ. ആ പൊരി ഇതിനെക്കുറിച്ച് പരിചയമുള്ള ഉമ്മ ധൈര്യമായിട്ട് കൈകൊണ്ട് പിടിക്കും. കാരണം ഉമ്മക്കറിയാം അത് പിടിച്ചാൽ ചാരാകാൻ മാത്രമുള്ള ശേഷിയേ അതിനുള്ളൂ. എനിക്കൊന്നും പറ്റൂല, ചിലപ്പോ ഒന്ന് ചൂടായേക്കാം, ചിലപ്പോ ഒന്ന് ഒരർദ്ധ പൊള്ളലേറ്റേക്കാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ആള് മരിക്കൊന്നുമില്ല, കാര്യമായിട്ട് സാരമായ പരിക്കും ഉണ്ടാവില്ല. സിമ്പിൾ കേസ്. കാരണം എന്താ, അത് ഒരു ഫുൾ സ്റ്റോപ്പിന്റെ അത്ര പോലും ഉണ്ടാകൂല ദുനിയാവിലെ തീയിൽ നിന്ന് ഉയരുന്ന ഈ തീപ്പൊരി. എന്നാൽ അത് തന്നെ ബിരിയാണി ചെമ്പിന്റെ മൂട്ടിൽ കത്തിച്ച വലിയ വിറക് പൊട്ടിത്തെറിച്ച് വരുന്ന തീപ്പൊരി ഓലയിൽ നിന്ന് വരും പോലെ ആവില്ല, കുറച്ചും കൂടെ വലിപ്പുണ്ടാവും. അത് പിടിച്ച വിവരം അറിയും. എന്നാൽ ഒരു വലിയ വൈക്കോലുണ്ട, അത് കത്തിയിട്ട് മുകളിലേക്ക് തെറിച്ചു പോകുന്ന തീപ്പൊരികൾ ഒരു ചെറിയ ഗോട്ടിയുടെ വലിപ്പം ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഞാൻ ഒരിക്കൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഒരു വൈക്കോലുണ്ട കത്തുന്നത് രാത്രിയാ കണ്ടത്. അപ്പൊ ഒന്നും കൂടെ വലിപ്പം രാത്രിയാ കണ്ടത്. വൈക്കോലുണ്ടൊക്കെ തീ പിടിക്കും. അപ്പൊ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ തുള്ളിപ്പോകുന്ന തീപ്പൊരികൾ വലിയ ഉണ്ടകളാണ്. ഈ വലുപ്പമുണ്ടോ? അപ്പൊ തീയിന് കടുപ്പം കൂടിയാ പൊരിക്ക് വലുപ്പം കൂടും. അവിടെയാണ് പടച്ചവൻ പറയുന്നത് ഒരു കൊട്ടാരത്തിന്റെ ഉയരവും ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഉണ്ടാവും. അബൂസുഹൈദ് തങ്ങൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. നരകത്തിലെ തീപ്പൊരിക്ക്. എന്നിട്ട് അബൂസുഹൈദ് റളിയല്ലാഹു അൻഹു വന്യരായ ഉസ്താദുൽ അസാദീദ്, ഓക്കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, വഫാത്താകുന്നത് വരെ അബൂസുഹൈദ് ദർസ് നടത്തുന്ന ആളായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു. കാരണം വലിയ ബുദ്ധിമാനാണ് മഹാനായ മുഫസ്സിർ, ബഹുമാനപ്പെട്ട മുഫസ്സിർ അബൂസുഹൈദ് റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിമാനാണ്. നല്ല ആശയങ്ങളാ പറയാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതി വെച്ച ആയത്തുമായിട്ട് ബന്ധപ്പെട്ട അബൂസുഹൈദിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയാൻ പോകുന്നു. കേൾക്കാം. അപ്പോഴാണ് അബൂസുഹൈദ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞു വന്നത് ആ അബൂസുഹൈദ് തങ്ങൾ പറയാണ്, ഇദാ കാന ഹാലു ശറരിഹാ ഹാദാ, നരകത്തിലെ തീ പൊരിയുടെ അവസ്ഥ ഇതാണെങ്കിൽ
ആ നരകത്തിന്റെ താഴ്ഭാഗത്ത് കത്തി തുള്ളുന്ന തീയുണ്ടകളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തായിരിക്കും? നിന്റെ ധാരണ എന്തായിരിക്കും? നരകത്തിന്റെ മേലോട്ട് പറന്നു വരുന്ന പൊരിക്ക് ഇത്ര ഗൗരവം, ഇത്ര വലുപ്പവും വണ്ണവും ഒക്കെ ഉണ്ടെങ്കിൽ ആ നരകത്തിന്റെ താഴ്ഭാഗത്ത് കത്തുന്ന തീയുണ്ടകൾ, തീ ജ്വാലകൾ, ആ തീ ജ്വാലകളിലല്ലേ ഞാനും നിങ്ങളും കരിയാനുള്ളത്? അപ്പൊ അതിനെക്കുറിച്ച് നിന്റെ ധാരണ, നിന്റെ ഇമാജിനേഷൻ, സങ്കല്പം എവിടെ നിൽക്കുന്നു എന്നാണ് സുഹൃത്ത് തങ്ങൾ ചോദിക്കുന്നത്. ചിന്തിക്കാൻ കഴിയില്ല. ആഹാ, ഈ നരകത്തെ തൊട്ടാ വഴുതുബിക്ക മിനന്നാർ എന്ന് പറയണ നമ്മളോ? നമ്മള് വഴുതുബിക്ക മിനന്നാർ അല്ലേ? ഉറക്കം തൂങ്ങിയാ പറയണത്. ഒരു ബോധമില്ല. ഇതിങ്ങനെ അങ്ങോട്ട് തലക്ക് പിടിച്ച ഒരാൾക്ക് ഉറക്കം തൂങ്ങി പറയാൻ പറ്റുന്ന ദിക്റാണോ അത്? അല്ല. എന്നാൽ ഇതൊക്കെ ആരാന്റെ കഥയാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വരാനുള്ള കഥയാണ് ഖുർആൻ ഈ പറഞ്ഞത്. നമ്മൾ എന്തുകൊണ്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല? പടച്ചോനെ എന്റെ വീടതായി പോകുമോ എന്നുള്ള ഒരു ചിന്ത, ഹസബു ജഹന്നമായി നരകത്തിന്റെ വിറകായി ഞാൻ മാറിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത എന്തേ നമുക്കില്ലാതെ പോയത്? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഈ വിശുദ്ധ രാവിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളെ ബന്ധുക്കളെയും ഞങ്ങളെ ഉസ്താദുമാരെയും നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നരകത്തെപ്പറ്റി നിങ്ങൾ കേട്ടു, അറിഞ്ഞു, പഠിച്ചു. അഭയം തേടുമ്പോൾ അല്പം കണ്ണീര് പൊടിയാതെ അത് പറയാൻ കഴിയോ? മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ഉണ്ടാവുക? മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നരകത്തിലെ തീയന്റെ ഹാലിതാണ്. നരകം എന്ന് പറഞ്ഞാൽ പ്രധാനമായും തീയാണ്. അതിന്റെ ഹാലിതാണ്. ഇനി നരകത്തിൽ എന്തൊക്കെയാണുള്ളത്? നരകത്തിൽ ഭക്ഷണം കിട്ടുമോ? കിട്ടും. വെള്ളം കിട്ടുമോ? കിട്ടും. കാറ്റ് ലഭ്യമാണോ? കാറ്റും ലഭ്യമാണ്. തണല് കിട്ടുമോ? തണലും കിട്ടും. നമ്മളിപ്പോ പാർക്കുന്ന പാർപ്പിടത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന പ്രഥമ സൗകര്യങ്ങൾ അതൊക്കെ. കാറ്റ് വേണം, കാറ്റ് വേണം. അതേ രൂപത്തിൽ തന്നെ നമുക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം. ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്. ഇതൊക്കെ നരകത്തിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒക്കെ കിട്ടും. പക്ഷേ അതങ്ങ് വിശദീകരിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അത് വേണ്ട. പിന്നെ ഒരു കുട്ടിക്കും അത് വേണ്ട. തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആലിയ. അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് തിളച്ചു മറിയുന്ന നദീജലത്തിൽ നിന്നാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. തുസ്ഖാ മിൻ ഐനിൻ ആലിയ ലൈസ ലഹും തആമുൻ. നരകക്കാർക്ക് ഭക്ഷണം കിട്ടൂല. ഇല്ലാ മിൻ ദരീഖ്. കള്ളിമുള്ളുന്ന ഭക്ഷണമല്ലാതെ നരകക്കാർക്ക് വേറെ ഭക്ഷണമില്ല. സുബ്ഹാനല്ലാഹ്. നരകത്തിൽ ഭക്ഷണം ഇല്ല എന്നല്ല പറഞ്ഞത്, ആശ്വാസമുള്ള ഭക്ഷണമല്ല. നരകത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ഹാലാണ് ആ കേട്ടത്. തിളച്ചു മറിയുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ കള്ളിമുള്ള് എന്ന ഭക്ഷണവുമാണ് കിട്ടുന്നത്. കള്ളിമുള്ള് എന്ന ഭക്ഷണം നരകത്തിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരാൻ പോകുന്നു. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറയുന്നത് കാണാം. ഇന്ന ശജറത്തൽ സഖൂമി തആമുൽ അസീം. ഇന്ന ശജറത്തൽ സഖൂമി തആമുൽ അസീം. സഖൂം വൃക്ഷം, കള്ളിമുള്ള, അതാണ് എന്ത്? തആമുൽ അസീം. പാപിയുടെ ദോഷിയുടെ കുറ്റവാളിയുടെ ഭക്ഷണം. പാപിക്ക് നരകത്തിൽ കിട്ടാൻ പോകുന്ന ഭക്ഷണം അത് തഅമു സഖൂമാണ്. സഖൂം ഷജറത്തു സഖൂമാണ്. സഖൂം വൃക്ഷമാണ്. കള്ളിമുള്ള് മരം.
അത് പഴല്ല, കായല്ല, ഒരു മരത്തിന്റെ കമ്പുകളാ തിന്നാൻ തരാണ്. കമ്പ്, ആ മരത്തിന്റെ കമ്പുകള് വെട്ടിയിട്ടാ തിന്നാൻ തരാണ്. അതിലൊരു കമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഷജറത്തു സഖൂമിന്റെ ഒരു കമ്പ് വായിൽ വെച്ച് കടിക്കുകയാണെങ്കിൽ അതേ സമയം പല്ലുകൾ തെറിച്ചു പോകും, അണ്ണാക്ക് തകരും. എന്തുമാത്രം വിഷമം. ഒരു കഷ്ണം തിന്ന് താഴോട്ടങ്ങട്ട് ഇറക്കിക്കഴിഞ്ഞാൽ നല്ല ഓവർ ചൂടുള്ള സാധനമൊക്കെ നമ്മൾ തിന്നുമ്പോൾ അതങ്ങോട്ട് വിഴുങ്ങുമ്പോ ചിലപ്പോ സ്വർഗവും നരകവും ഒക്കെ ഒരുമിച്ചാണ് കാണും, അല്ലേ? ഓവർ ചൂടുള്ള സാധനമാണെങ്കിൽ. പക്ഷെ വിഴുങ്ങി വയറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊള്ളുവോ? ഇല്ല. ഈ സാധനത്തിന്റെ ഹാല് സൂറത്തു ദുഹാനിൽ എന്ന് പറഞ്ഞത്, ഇന്ന ശജറത്ത സഖൂമി തആമുൽ ലസീം യഗ്ലി ഫിൽ ബുതൂൻ കൽമുഖ്ലി യഗ്ലി ഫിൽ ബുതൂൻ. താറുരുക്കിയതുപോലെ, എണ്ണത്തണ്ടി ഉരുക്കിയതുപോലെ അത് വയറ്റിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചു മറിയും. കൽമുഖ്ലി യഗ്ലി ഫിൽ ബുതൂൻ. ഖുർആനാണ്. എന്റെ വകയായിട്ടൊരു വാക്കുപോലും പറയുന്നില്ല. കുറേ സംഭവങ്ങളും കഥകളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അതിലേറെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈമാനാവാൻ നല്ലത്, നരകത്തെ കുറിച്ച് നല്ലൊരു പേടി വരാൻ നല്ലത് ഖുർആനിലെ ആയത്തുകൾ തന്നെ. എന്ത് പടച്ചോൻ പറഞ്ഞതാണ്, നേരിട്ട് ഇതിൽ ഒരു ഇടപെടലും ഇല്ല. പടച്ചോൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും കൂട്ടോ കുറക്കോ ചെയ്തിട്ടില്ല. ശരിക്ക് ചിന്തിച്ചു മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ട സഹോദര. എനിക്കും നിങ്ങൾക്കും അല്ലാഹു നല്ല ചിന്ത തരട്ടെ, മാറി ആലോചിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. പിന്നെ ഈ പോക്ക് പോയാ സംഗതി അപകടം. ഇപ്പൊ പോണ പോക്കുണ്ടല്ലോ, അതിലൊരു ചെറിയ തിരുത്തില്ലെങ്കിൽ സംഗതി അപകടം. ഫർദ് നിസ്കാരം ഖളാ ആക്കുന്ന ജീവിതം തിരുത്തിയില്ലെങ്കിൽ, ഹറാമും ഹലാലും നോക്കാത്ത ഒരു ജീവിതത്തിൽ തിരുത്തു വന്നില്ലെങ്കിൽ, അയൽക്കാരുമായി എന്നും കറവറ ജീവിതം തന്നെ തുടരുകയാണെങ്കിൽ, ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കുകയാണെങ്കിൽ, ആലിമോ സയ്യിദോ സാധാരണക്കാരനോ എല്ലാവരെയും അവരവരുടെ അഭിമാനത്തിന്റെ വിലയറിയാതെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ആരാന്റെ പച്ചിറച്ചി തിന്നുന്ന ഈ പരിപാടി, ഈ പച്ച ഇറച്ചി തിന്നുന്ന പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പോകാനുള്ള ലോകന്താ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. സംഗതി ബേജാറാ. ഇവിടെ ആരും ഉണ്ടാവില്ല താങ്ങാൻ. നമ്മൾ ഒറ്റക്ക് താങ്ങണം, നമ്മൾ ഒറ്റക്ക് താങ്ങണം. നോക്കൂ നിങ്ങൾ, ആ ഒരു ഭക്ഷണത്തിന്റെ കടുപ്പം, ഷജറത്തു സഖൂമിന്റെ കടുപ്പം, ഒരു കമ്പ് തിന്ന് അത്യാവശ്യത്തിനൊക്കെ ആയി. ഈ പറഞ്ഞതിനും മാത്രം ഒരു കമ്പ് തിന്നിട്ടുണ്ട്, അത് തന്നെ കഷ്ടപ്പെട്ടു പഠിച്ചോനെ. ഇനി എന്നോട് പറയരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ പറയുന്നു, ഫമാലിഊന മിൻഹൽ ബുതൂൻ, ഫമാലിഊന മിൻഹൽ ബുതൂൻ. സൂറത്തുൽ വാഖിയയിൽ കാണാം, ഷജറത്തു സഖൂം കഴിക്കുന്നല്ല, ഫമാലിഊന മിൻഹൽ ബുതൂൻ. ആ സഖൂം വൃക്ഷം തിന്ന് തിന്ന് നിങ്ങൾ നിങ്ങളുടെ വയറ് വീർപ്പിക്കും. പള്ള നിറച്ച് തിന്നേണ്ടി വരും, പള്ള നിറച്ച് തിന്നേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു കഷ്ടം. പടച്ചോനെ, ഇതൊക്കെ ഇന്ന് ഞാൻ കണ്ണ് ചിമ്മിയാൽ നാളെ കണ്ണ് തുറക്കുമ്പോൾ കാണാനുള്ള പച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഇല്ല സുഹൃത്തെ, ഞാനിങ്ങനെ പറയുന്നു എന്നല്ലാതെ എന്റെ ഹൽക്കിന്റെ കീഴ്പ്പെട്ട് ഇറങ്ങിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധം വരുന്നുണ്ടോ? പടച്ചോനത്തെ എനിക്ക് സഹിക്കാനുള്ളതാണ്, ഞാൻ സഹിക്കേണ്ടതാണ്. നമ്മളെ മാതാപിതാക്കളും നമ്മളെ ഉസ്താദുമാർ, നമുക്ക് ബന്ധപ്പെട്ടവർ, അവരുടെ ഖബറിൽ കിടന്നുകൊണ്ട് നരകവും സ്വർഗവും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സ്വർഗീയമായ കാഴ്ച കൊണ്ട് അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പഠിച്ചോനെ, നീ വിഷമിപ്പിക്കരുത് റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ കർട്ടന്റെ പുറത്താ. ഈ മറയങ്ങട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളെയും ഹാലെന്താണ്? ഇപ്പൊ നമുക്ക് കാര്യമൊന്നും തിരിയൂല. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ, മറ നീങ്ങിയാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നെ പാഠം പഠിക്കും, ഉറപ്പാ. വല്ലാത്ത അവസ്ഥയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. വിഷയം ഗൗരവമുള്ളതാണ്.
സമതുക്ക മുന്നോട്ട് ഇരുന്നോളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്കും ചിന്തിക്കണം. ഈ കേട്ട നരകത്തെ കുറിച്ചൊരു പേടി നിങ്ങൾക്ക് വേണ്ടേ? നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ സദസ്സോടുകൂടെ നമുക്ക് വിജയിക്കാൻ പറ്റണം. ഇന്നത്തെ സദസ്സോടുകൂടെ നമുക്ക് വിജയിക്കാൻ പറ്റണം. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. മുത്തുനബിക്കും ഒരു കൂട്ടം സഹാബത്തിനും, മുത്തുനബിക്കും അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിനും ഒരു കൊല്ലം 21-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ കിട്ടിയതെന്ന് സഹീഹുൽ ബുഖാരി ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുക. അതുപോലെ ഒരു രാത്രിയാക്കി ഈ രാത്രി അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മളെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഈ സക്കൂം വൃക്ഷം ഇത് നമ്മൾ തിന്നണം. തിന്നാലും പൊറുക്ക, വയറ് നിറച്ച് തിന്നണം. അങ്ങനെ അത് വയറ്റിൽ ചെന്നാൽ പിന്നെ തിളച്ചിങ്ങനെ മറിയും ഒക്കെ പറഞ്ഞല്ലോ. അത് കഴിയുമ്പം വെള്ളം ചോദിക്കും. വെള്ളം ചോദിക്കുമ്പം വെള്ളം കിട്ടുന്നത് അതിലേറെ ഘട്ടത്തിലാ. يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. സുന്ദരമായ വചനങ്ങൾ ശരിക്കും നെഞ്ച് പിളർന്നു പോകും. അതിന്റെയൊക്കെ അർത്ഥാലോചിച്ച് ഇങ്ങനെ ഓതിയാൽ എന്താ പറയുന്നത്? നരകക്കാര് നരകത്തിൽ ദാഹിച്ചു വലയും. ബഹറിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹം. ആ ദാഹിച്ചു വരണ്ട, ഉണങ്ങി വരണ്ട ആ തൊണ്ടയുള്ള മുഅ്മിനീങ്ങള് അവര് ചോദിക്കുന്നു, അല്ലാ ഞങ്ങൾക്കല്പം വെള്ളം തരുമോന്ന് അവർ ചോദിക്കുമ്പോ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്നു, നാളെ നിങ്ങൾ ഓതും. ഈ ആയത്തോതുമ്പോ നാളെ ഒരു സെക്കൻഡ് പ്ലീസ് ഒന്ന് നിൽക്കണം. നാളത്തെ ഒരു ദിവസം തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവട്ടെ. നിന്നിട്ട് നിങ്ങൾ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, പടച്ചോനെ എന്നെ നരകത്തെ തൊട്ട് കാക്കണേന്ന് അറബിയിലോ മലയാളത്തിലോ നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറയൂ. വെള്ളിയാഴ്ച സമയം എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അൽ-കഹ്ഫ് ഓതുമ്പം നരക പരാമർശം വരുന്ന ഇത്തരം ആയത്തുകളിൽ ഒന്ന് നിന്നിട്ട് നരകത്തെ തൊട്ടഭയം തേടി, സ്വർഗ പരാമർശമുള്ള ആയത്തുകളിൽ ഒരു ചെറിയ സ്റ്റോപ്പ്, അത് കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ചാൽ മുത്തുനബി പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു നിമിഷമുണ്ട്, അത് ദുആഇന് ഏത് മഹാമോശപ്പെട്ട വ്യക്തിക്കും ഏത് ദോഷിക്കും അതിൽ ഇജാബത്തുണ്ട്. ചോദിച്ചോൽക്കൊന്നും കൊടുക്കാതിരിക്കില്ല. പക്ഷെ ആ സമയത്തോട് ഒത്തുവരണം ചോദ്യം, ആ സമയത്തോട് ഒത്തുവരണം. സുഹൃത്തെ, നീ നിന്റെ 15-ാം വയസ്സിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പം എത്തി നിൽക്കുന്ന 40-ൽ തുടങ്ങി, ഇനി മരിക്കുന്നത് വരെ ഒരു 60 വയസ്സ് വരെ ജീവിക്കും, 70 വയസ്സ് വരെ ജീവിക്കുമെന്ന് സങ്കല്പിക്കും. അതുവരെ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഓതുമ്പോ, നിരന്തരം മനസ്സറിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ, ഏതോ ഒരു വെള്ളിയാഴ്ചയില് ആ ഇജാബത്തിന്റെ സമയവുമായി നിങ്ങളുടെ ഈ നേട്ടം ഒത്തുവന്നാൽ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾ നരകത്തിൽ പോകൂല. അല്ലാഹുവേ, ഇത്തരം ഒരു വെള്ളിയാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, വല്ലാത്ത പ്രതീക്ഷ. പല രാത്രികളും പല പകലുകളും, വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ നല്ല പ്രതീക്ഷ ഉള്ളതാണ്. അതോടൊപ്പം നമ്മൾ റമദാനിലാണ്, 21-ാം രാവിലാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽ ഒരു പേരക്കുട്ടി നമുക്ക് ദുആഇന് നേതൃത്വവും കൂടെ നൽകുമ്പോൾ ഇതിന് കൂടുതൽ പവർ വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഇവർ വെള്ളം ചോദിച്ച് സഹായം തേടുമ്പോൾ കുറ്റവാളികളെ അവർക്ക് വെള്ളം കൊടുത്ത് സഹായിക്കപ്പെടും. ആർക്ക്? നരകാവകാശികൾ.
നരകാവകാശികൾ വെള്ളം വേണം പഠിച്ചോനെ എന്ന് പറയുമ്പോൾ വെള്ളം കൊടുക്കുന്നു. ഒരു ചെറിയ പ്രതീക്ഷ ഇങ്ങനെ തോന്നുന്നു കേൾക്കുമ്പോൾ. റാസിമാമ് പറയാം, ഈ നുണപ്പിച്ച് ചടപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. നുണപ്പിച്ച് ചടപ്പിക്കുക, ആ ശൈലി അത്. സഹായം ചോദിച്ചാൽ അവർക്ക് വെള്ളം കൊടുത്ത് സഹായിക്കും. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഇങ്ങനെ തോന്നില്ല, വല്ലാതെ കുടുങ്ങുമ്പോൾ ഒരു നമുക്ക് വെള്ളമൊക്കെ കിട്ടും. പക്ഷെ പിന്നെയാണ് വെള്ളത്തിന്റെ സ്വഭാവം പറയുന്നത്. ഉരുക്കിയതുപോലെയുള്ള വെള്ളം, എണ്ണക്കണ്ടി ഉരുക്കിയതുപോലെയുള്ള വെള്ളം. ആ വെള്ളം കുടിക്കാൻ വേണ്ടി വായയിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ മുഖത്തുള്ള മാംസം കരിഞ്ഞ് ഉരുകി ഗ്ലാസിലേക്ക് കുളും കുളും എന്ന് പറഞ്ഞിങ്ങനെ വീഴും. അത്രയും കടുപ്പാണ് ഈ വെള്ളം. ആർക്ക് വേണം? ഈ വെള്ളാണോ നമ്മൾ പടച്ചവനോട് ചോദിച്ചത്? പക്ഷെ തരുന്നത് ഇതാണ്. അള്ളാഹു കാക്കട്ടെ. ശരിക്കും ആമീൻ പറഞ്ഞോട്ടോ. കാരണം നമ്മളെ ദുആ ഈ ഇടക്ക് നടക്കുന്ന ഈ ഒറ്റവാക്കിലുള്ള ദുആ. തങ്ങൾ വന്നിട്ട് ഇൻഷാ അല്ലാഹ് വിശാലായിട്ട് ദ്വാരക്കും. ഇത് അള്ളാഹു ഒന്നങ്ങട്ട് സ്വീകരിച്ച് കിട്ടിയാൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല പേടിയുണ്ടാകും. ശരിക്ക് ഒരു കുലുങ്ങുന്ന മനസ്സോടെ ആയിരിക്കും ആമീൻ പറയുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതാണ് ഇപ്പൊ നരകത്തിലെ വെള്ളത്തിന്റെ തീയിന്റെയും എല്ലാറ്റിന്റെയും അവസ്ഥ. വെള്ളം, ഭക്ഷണം, തീ ഒക്കെ കേട്ട് കഴിഞ്ഞില്ലേ? എത്ര കടുപ്പമാണ് ആ വെള്ളത്തെ കുറിച്ച്, ആ വെള്ളം കുടിക്കുന്ന അദാബിനെ കുറിച്ച് അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി പല രൂപത്തിൽ എന്നോടും നിങ്ങളോടും സംസാരിച്ചത് കാണാം. സൂറത്തു ഇബ്രാഹീമിൽ അതാ ഒരു വാക്ക് കാണാൻ കഴിയും. നരകത്തിലെ ഈ വെള്ളം കുടിക്കുന്നതിന്റെ കട്ടപ്പാട് സൂറത്തു ഇബ്രാഹീം പറയുന്നുണ്ട്. എവിടെയാണ്? മിൻ വറാഇഹി ജഹന്നം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ തങ്ങളുവാപ്പനോട് സമയം വൈകുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ്. കാരണം അവരെ ഇരുത്തി ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതി. തങ്ങളുവാപ്പ എത്രയും പോകാനാണ് സമയം തന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാന് സാധാരണഗതിയിൽ ഒരു 2 മണിക്കൂർ സമയമാണ് സാധാരണ പ്രഭാഷണം നടത്താറുള്ളത്. ഇന്ന് അത്രയും സമയമെടുത്താൽ പിന്നെ സയ്യിദ് അവറുകളുടെ ഇടപെടലും കൂടെ ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം വൈകി പോകുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 12 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ആലോചിക്കാം. നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അപ്പം നിർത്തി തരുന്നുണ്ട്, അല്ല തുടരുകയാണെങ്കിൽ തുടരും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അത് സൗകര്യം പോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ നരകത്തിലെ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അതിന്റെ കടുപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യുസ്ഖാ, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിമിന്റെ 17-ാമത്തെ വാക്ക്, 16-17 വാക്യം ഇങ്ങനെ വായിക്കാം. വചനം: വയുസ്ഖാ മിൻ മാഇൻ സദീദ്. ചീൻസലമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. നരകാവകാശികൾക്ക് കുടിപ്പിക്കപ്പെടുന്നത് ചീൻസലമാണ്. മാഉൻ സദീദ് എന്ന് പറഞ്ഞാൽ അതിനെ മഹാന്മാർ വിശദീകരിച്ചത് നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചലവും ചോരയും. ഇതിനാണ് ചീൻസലം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ചീൻചലം എന്ന് പറഞ്ഞാൽ അതെന്താ മുതലും ചിലപ്പോൾ തിരിയാതെ പോകരുത്. നരകാവകാശികളുടെ ശരീരം പൊട്ടി ഒലിക്കുന്ന ചോരയും ചലവും ഇത് മിക്സ് ചെയ്തിട്ടാ കുടിക്കാൻ തരുന്നത്. ഇതൊന്നും എവിടോ പറയുന്ന കഥയല്ല. എടുത്തു മറിച്ചു ഖുർആൻ 257-ാമത്തെ പേജ്. യുസ്ഖാ മിൻ മാഇൻ സദീദ് യതജറഉഹു. അതിന്റെ ഒരിറക്ക്, അതിന്റെ ഒരിറക്ക്, ഒരു ഇറക്ക് അവൻ താഴോട്ട് ഇറക്കാൻ കഠിന ശ്രമം നടത്തും. യതജറഉഹു. ഞാൻ ഈ ചെറിയ വാക്കുകൾ വായിച്ചിട്ട് അതിന് കുറെ മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ മൂല്യർ കുറച്ച് ഉഷാറാക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നണ്ട. ഉസ്താദ്മാരോട് ചോദിച്ചു നോക്ക്, അതിന്റെ അർത്ഥതാണ്. യതജറഉ എന്ന് പറഞ്ഞാൽ കഠിനമായ ശ്രമത്തോടെ ഒരിറക്ക് താഴോട്ടിറക്കുക എന്നതിന്റെ അർത്ഥം. പ്രയാസം സഹിച്ചിറക്കുക, അതിനാണ് യതജറഉ എന്ന് പറയുന്നത്. യതജറഉഹു.
ആ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ ഒരിറക്ക് അവൻ താഴോട്ടിറക്കാൻ റിസ്ക് എടുക്കും. എന്നാലും അത് ഹൽക്കിന്റെ താഴോട്ട് ഇറങ്ങിക്കിട്ടൂല. വായിലൊടിച്ച ഈ ചീഞ്ചലം ഒന്നങ്ങട്ട് വിഴുങ്ങാൻ നോക്കിയാൽ, ഒന്നങ്ങ് കുടിക്കാൻ നോക്കിയാൽ വലാ യുസീഉ എന്നാ പറഞ്ഞതെങ്കിൽ അത് തൊണ്ട വിട്ടിറങ്ങൂല എന്നർത്ഥം. വലാ യകാദു യുസീഉ എന്ന് പറഞ്ഞാൽ അത് തൊണ്ട വിട്ട് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. വലാ യകാദു യുസീഉ അത് തൊണ്ടന്റെ താഴോട്ട് പോകുന്ന വിഷയമല്ല. തൊണ്ടയെ കെട്ടി അങ്ങ് കെട്ടും, തൊണ്ടയിലങ്ങ് കെട്ടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അങ്ങോട്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് സുബ്ഹാന മൻ ജല്ല ജലാലു, നമ്മൾ അഊദു ബിക മിനന്നാർ പറയുന്ന നരകത്തിന്റെ കടുപ്പം അത്രയും വലുതാണ് സഹോദരങ്ങളെ. അല്ലാഹു ആ ദിവസം നമുക്ക് എളുപ്പാക്കി തരട്ടെ. നമ്മുടെ വിചാരണ അല്ലാഹു എന്ന ഹിസാബ് യസീറാക്കി തരട്ടെ. ഹിസാബ് യസീറാക്കി തരാൻ എപ്പോഴും ദുആ ചെയ്യണം. വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഈ നരകത്തിൽ നിന്ന് കിട്ടുന്ന ചീൻചലം, ഈ ചീൻചലത്തിന്റെ ഒരു മുറുക്ക് താഴോട്ട് ഇറക്കാൻ ശ്രമിക്കുമ്പം തൊണ്ടയിൽ ഇങ്ങനെ ബലങ്ങടിച്ചു നിൽക്കുമ്പം അത് ഇറക്കാൻ ഇവൻ റിസ്ക് എടുക്കും. ഇറങ്ങറ്റയില്ല താനും. അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ശരീരത്തിന്റെ സകല മേഖലകളിൽ നിന്നും, ഓരോ രോമകൂപങ്ങളിൽ നിന്നും മരണവേദന ആ മനുഷ്യൻ അനുഭവിക്കും. ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴേക്ക് തള്ളവിരലടക്കം വേദനിക്കും. അടക്കി വേദനിക്കും ശരീരം. മിൻകുല്ലി മക്കാൻ, അതും ചെറിയ വേദനയല്ല, മരണവേദന. എന്നാ മരിക്കോ? മരിക്കൂല. ആള് മരിക്കൂല. ആട് മരിച്ചു പോവാണെങ്കിൽ ഒരു വേദനയോടുകൂടി കഴിഞ്ഞു നോക്കാം. നാം മരിക്കൂല. അപ്പൊ എത്ര കഷ്ടാണ് നരകത്തിൽ ആ വെള്ളം കുടിക്കുന്നത്. ഒരു അദാബ് തന്നെയല്ലേ. അല്ലാഹു കാക്കട്ടെ. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നരകത്തിലെ വെള്ളം കുടിക്കുന്നതിന്റെ കഷ്ടപ്പാടേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വമിൻ വറാഇഹി അദാബുൻ ഗലീം, വമിൻ വറാഇഹി അദാബുൻ ഗലീം. അതിന്റെ പിറകിൽ ഗൗരവമുള്ള ശിക്ഷകൾ വേറെ വരാനുണ്ട്. ഇതൊക്കെ ചെറിയ പരിപാടിയാണ് എന്നർത്ഥം. ഇത് കഴിഞ്ഞിട്ടല്ലേ വലിയതൊക്കെ വരാനുള്ളത്. ഒരു വിരുന്നുകാരൻ വന്ന് കയറുമ്പോ ആദ്യം ഒരു വെള്ളം കലക്കിയത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായയും ബേക്കറിയും കൊടുക്കും. പിന്നെ അതിന്റെ ശേഷം കനമുള്ളതൊക്കെ പിന്നെ കൊടുക്കും. അപ്പൊ ഈ വരുമ്പം വിരുന്നുകാരന് ഗസ്റ്റിന് കൊടുക്കുന്ന വെള്ളത്തിന്റെ സ്ഥാനത്തെ ഈ വെള്ളമുള്ളൂ. ഇനി കട്ടിയുള്ളതൊക്കെ വരാനുണ്ട്. വലിയ വലിയ അദാബുകളൊക്കെ ഇനി വരാനുണ്ട്. പ്രഥമ സൽക്കാരത്തിന്റെ കഥ തന്നെ കേട്ടപ്പോഴേക്ക് നമുക്ക് മടുത്തുപോയി, വേണ്ട എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പൊ ഇനി ബാക്കിയുള്ളതിന്റെ കഥ എന്തായിരിക്കും? അത് പറയാതിരിക്കലാ ഭേദം. വമിൻ വറാഇഹി അദാബുൻ ഗലീം. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ അവസ്ഥ. ഈ നരകത്തെ തൊട്ടാ അഭയം തേടുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയാ പറ്റൂല. എന്താ പറഞ്ഞത്? ഉറക്കം തൂങ്ങി അഭയം തേടാൻ പറ്റില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് വല്ല ബേജാറുണ്ടോ? ഈ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടോ? ഇതിനെ തൊട്ടാണ് നമ്മൾ ഈ 10 മോചനം വാങ്ങിയിരിക്കേണ്ടത്. ഈ ഒരു വീടിനെ തൊട്ട് നമ്മൾ എങ്ങനെയെങ്കിലും മോചനം ഉറപ്പാക്കണം, ഫക്കാക്ക് ഉറപ്പാക്കണം. അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു മോചനം ഉറപ്പാക്കി തരട്ടെ. പടച്ചോനെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ മോചനം ഉറപ്പാക്കണേ അല്ലാഹ്. ഇനി നരകത്തിലെ വെള്ളം, ഭക്ഷണം, തീയ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നരകത്തിലെ കാറ്റ്, നരകത്തിലെ കാറ്റ്, നരകത്തിലെ തണല് ഒക്കെ പരാമർശിക്കുന്നുണ്ട് ഖുർആൻ പലയിടങ്ങളിലായി. ഞാൻ അതിലേക്ക് കടന്നാൽ മർമ്മപ്രധാനമായ ഒരായത്ത് ഞാനിവിടെ ഓതി വെച്ചിട്ടുണ്ട്. എന്ത്? നരകത്തിൽ നിന്ന് മോചനം കിട്ടണം എന്നുള്ളത് ശരിയാ. പക്ഷെ ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം?
നരകമോചനം ഉറപ്പാകാൻ എനിക്കും നിങ്ങൾക്കും എന്താ ചെയ്യാനൊക്കുക? ഇതൊന്ന് പറയലാണല്ലോ ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ആദ്യപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഇതുവരെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നരകത്തെ തൊട്ട് അഭയം തേടണമെങ്കിൽ അറിഞ്ഞ അഭയം തേടുമ്പോഴേ ബേജാറുണ്ടാവുള്ളൂ. നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോൾ സഖാഫി പറഞ്ഞില്ലേ നിങ്ങളോട്, ഉസ്താദ് നേരത്തെ പ്രഭാഷണം നടത്തിയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, അന്തല്ലാത്ത കുട്ടിക്ക്, അന്തം പൂർണ്ണമായിട്ടില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ചെന്നായനെ വേണമെങ്കിൽ പിടിക്കും, പാമ്പിനെ വേണമെങ്കിൽ പിടിക്കും, തേളിനെ വേണമെങ്കിൽ പിടിച്ച് കളിക്കും. പക്ഷെ അപ്പൊ കുട്ടിനെ അത് കുത്തും, കടിക്കും, അതൊക്കെ വേറെ വിഷയം. അതേസമയം പ്രായപൂർത്തിയെത്തിയ നമ്മളെപ്പോലെയുള്ള ആളുകൾ, ബോധമുള്ള ആളുകൾ, എന്താണ് പാമ്പ് എന്നറിയുന്നവർ, എന്താ നരി എന്നറിയുന്നവർ, നരിയെ കണ്ടാൽ, പാമ്പിനെ കണ്ടാൽ മുറുക്കി ഓടും. 1 വയസ്സ് പോലും പ്രായം തികയാത്ത, അല്ലെങ്കിൽ 1 വയസ്സോ 2 വയസ്സോ പ്രായമായ കുട്ടി ഈ വസ്തുക്കളോടൊക്കെ വേണമെങ്കിൽ കളിക്കും. കാരണം ശത്രുവിനെ അറിഞ്ഞെങ്കിലേ ഭയപ്പെടാൻ കഴിയുള്ളൂ. ഇതെത്ര ഗൗരവമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കണം. എന്നതുപോലെ നരകം 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 അങ്ങനെ സിമ്പിളായി പറഞ്ഞു വിട്ടാ പോരാ. എന്താ നരകം? നരകത്തിലെ തീ, നരകത്തിലെ വെള്ളം, നരകത്തിലെ കാറ്റ്. നരകത്തിലെ കാറ്റിനെ പറ്റി പറഞ്ഞത് ഫീ സമൂം, അത് വിഷക്കാറ്റാണ്, തീക്കാറ്റാണ്, വിഷക്കാറ്റാണ്. രണ്ടർത്ഥവും കൊടുത്തിട്ടുള്ളത്. സുമ്മിൽ നിന്നാണ് എന്നൊരഭിപ്രായം. വിഷക്കാറ്റ്, സമൂം എന്ന വാക്ക് നിഷ്പന്ദിച്ചത് സുമ്മ് എന്ന വാക്കിൽ നിന്നാണ്. വിഷത്തിന്റെ പ്രത്യേകത എന്താ? പാമ്പ് കടിച്ചത് തള്ളവിരലിലായിരിക്കും, അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ തലച്ചോറ്റിലെത്തും. എന്നതുപോലെ നരകത്തിലെ കാറ്റിന്റെ പ്രത്യേകത, അത് നിന്റെ തള്ളവിരലിൽ തട്ടിയാൽ നിന്റെ തലച്ചോറ് തിളക്കും. ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ യഹ്മൂം. ഹമീം എന്ന് പറഞ്ഞാൽ ചുടുജലം. നമ്മൾ നേരത്തെ പറഞ്ഞു ചീഞ്ചലമാണ്. നരകാവകാശികൾ കുടിക്കുന്നതിന്റെ ചൂടൊക്കെ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ നരകത്തിൽ തണലുണ്ടോ? തണലുണ്ട്. ഏതാ തണല്? നരകത്ത് തണലുണ്ടോ വെച്ചാൽ ഇല്ലാന്നാ മറുപടി. പക്ഷെ നരകത്തിൽ തണലുണ്ട് എന്ന് നുണപ്പിച്ച്, തണലുണ്ടെന്ന് നമ്മെ തോന്നിപ്പിച്ച് പിന്നെ അങ്ങ് ചടപ്പിക്കുക. നേരത്തെ പറഞ്ഞ നുണപ്പിച്ച് ചടപ്പിക്കുന്ന ശൈലി. തണലുണ്ടോ? ഉണ്ട്. ഏതാണ് ആ തണല്? നരകത്തിലെ തീയിന്റെ കരിമ്പുക. തീയിന്റെ കരിമ്പുക വട്ടമിട്ട് ഇങ്ങനെ ഉയരുമ്പോ ഉണ്ടാകുന്ന തണല് മാത്രമാണ് കേട്ടോ നരകത്തിലെ തണല്. കരിമ്പുകയുടെ തണല് മാത്രമാണ് നരകത്തിൽ കിട്ടുക. ഇതൊക്കെയാണ് ഞാനുങ്ങളിപ്പോ ഇന്ന് ജീവിക്കുന്ന ജീവിതം ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും എത്താൻ പോകുന്ന വഴി. അല്ലാഹു കാക്കട്ടെ. അതായത് ഫർള് നിസ്കാരം ഖളാ ആകുന്ന ഒരവസ്ഥ, ഖുർആൻ തീരെ മറച്ചു നോക്കാത്ത ഒരവസ്ഥ, ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ, അയൽക്കാരുമായിട്ട് പിണങ്ങിക്കഴിയുന്ന ഒരവസ്ഥ, മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് പോകാനുള്ളത് ഈ വീട്ടിലേക്കാണ്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താ ഒരു മാർഗം? അതാണ് ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്. അതിലാണ് കഴമ്പ്. എല്ലാവരും കേൾക്കണം. ശരിക്കും നരകം ഭയാനകമാണെന്ന് തിരിഞ്ഞിരിക്കുക. ഇതിനെ തൊട്ട് പേടിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഒരു മഹാന്റെ ഭാര്യ, ആ മഹാന്റെ വീട്ടിലേക്ക് ആ ഭാര്യയെ കാണാൻ അവരുടെ അയൽക്കാരി വന്നു. ഹസനുൽ ബസരിയാണെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഇബ്നു അബി ദുന്യയുടെ കിതാബിലാണ് ഉള്ളത്. അൽ ബുകാഉ അർറിഖതു വൽ ബുകാ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഇമാം ഇബ്നു അബി ദുന്യ റളിയല്ലാഹു അൻഹു. ആ കിതാബിലുണ്ട് ഈ സംഭവം. ആളെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഹസനുൽ ബസരിയാണെന്ന് തോന്നുന്നു. ഈ മഹാന്റെ ഭാര്യയെ കാണാൻ അയൽക്കാരി വരികയാണ്. അപ്പൊ വന്നപ്പോ ഈ മഹാൻ വീട്ടിലില്ല. വീട്ടിൽ കയറി മഹാൻ നിസ്കരിക്കുന്ന റൂമിൽ പോയി. മഹാന്റെ റൂമിൽ പോയി. അവിടെ പ്രത്യേകം നിസ്കരിക്കുന്ന സ്ഥലത്ത് എന്ന് നോക്കിയപ്പോ അവിടുത്തെ ആ മുസല്ല, മഹാനവറുകൾ ഇരുന്ന ആ മുസല്ല അങ്ങനെ കണ്ടപ്പോ അതിലൊന്നും ഇങ്ങനെ തൊട്ടു നോക്കി. ഒരു വലിയ മഹാന്റെ ബർക്കത്തുണ്ടല്ലോ, അതിലിങ്ങനെ തൊട്ടു നോക്കിയപ്പോ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു. ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, താത്ത, ഉമ്മ, നിങ്ങള് അറിഞ്ഞിട്ടില്ലേ,
വന്യരായ ഉസ്താദിന്റെ ശൈഖിന്റെ ഹസനുൽ ബസരി തങ്ങളുടെ ആ മുസല്ലയിൽ കുട്ടികൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ലേ. ഞാൻ ചെന്നിങ്ങനെ തൊട്ടപ്പോൾ അത് നനഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ കാണാതെ പോയോ? ഉടനെ തന്നെ മഹാനവറുകളുടെ ഭാര്യ പറയാം, മോളെ നീ എന്താ വിചാരിച്ചത്? അത് എന്റെ പൊന്നു ഭർത്താവ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പം പൊട്ടിക്കരയുന്ന കണ്ണീരാ. സുഹൃത്തെ, കണ്ണൊന്നും നനയുക പോലും ചെയ്യുന്നില്ല. എനിക്കും നിങ്ങൾക്കും എന്നും അങ്ങനെയാ. അർദ്ധരാത്രി നിസ്കരിക്കുമ്പോ കണ്ണീരൊലിക്കുന്നതാണ് മുസല്ലയിൽ. അതാ നിങ്ങളാ കണ്ടത്, കുട്ടി മൂത്രിച്ചതല്ല. അപ്പോഴാണ് അതിന്റെ ഗൗരവം അറിയുന്നത്. പഠിച്ചവനെ, ഇവരൊക്കെ അള്ളാഹിനെ പേടിച്ചതുപോലെ പേടിക്കാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഒന്ന് ശരിക്കൊന്ന് മനസ്സിരുത്ത് ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് എന്താണ് നരകമോചനം എളുപ്പാകാൻ ഒരു വഴി? അള്ളാഹു പറഞ്ഞു, പാപം പുറത്ത് കിട്ടണം. പാപം പുറത്തെങ്കിലേ ആ വഴിക്കെത്താതിരിക്കുള്ളൂ. പാപം പുറത്ത് സ്വർഗത്തിലെത്തണം. പാപം പൊറുക്കാനും സ്വർഗപ്രവേശനം കിട്ടാനും ഒരു വഴി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും ويدخلكم جنات تجري من تحتها الأنهار. എന്താ വേണ്ടത്? അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്യണം മുഅ്മിനീങ്ങളെ. നിങ്ങൾ ആ തൗബയുടെ ദിനരാത്രങ്ങളാ മുഅ്മിനീങ്ങളെ. കരഞ്ഞു പറയൂ റബ്ബിനോട്, എന്റെ അടുത്ത് പലതും സംഭവിച്ചു പോയി, പടച്ചോനെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നിന്റെ ഈ ശക്തമായ നരകത്തിൽ വെന്തെരിയാൻ എന്നെ കൊണ്ടാവൂല റബ്ബേ എന്ന് മനസ്സറിഞ്ഞൊന്ന് പറയണം മുഅ്മിനീങ്ങളെ. സത്യം പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കാര്യം നമ്മുടെ കഥ കട്ടപ്പുകയാണ്. കാരണം എന്താ? ഇങ്ങനെ ഒരു പേടി ഇന്ന് വരെ നമ്മുടെ കൽവിൽ തട്ടിയിട്ടില്ല. മഹാന്മാര് പടച്ചോനെ പേടിച്ചതുപോലെ നമ്മൾ പേടിക്കുന്നില്ല. അതുകൊണ്ട് റബ്ബിനെ ഒരല്പമെങ്കിലും പേടിച്ച് ജീവിതത്തിൽ വന്നുപോയ അരുതായ്മകൾക്ക് റബ്ബിനോടൊന്ന് മാപ്പ് ചോദിച്ചാൽ റബ്ബ് തരും. നസൂഹായ തൗബ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും, ഉറപ്പാണ്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. എന്താ വേണ്ടത്? നസൂഹായ തൗബ ചെയ്യണം. എന്താണ് നസൂഹായ തൗബ? അത് മാത്രമാണ് ഈ സദസ്സിൽ ഇന്ന് അവസാനമായിട്ട് ഞാൻ പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രഭാഷണം നോക്കും. നസൂഹായ തൗബ എന്ത്? ബാക്കിയൊന്നും അവിടുന്ന് അങ്ങോട്ട് പറയണില്ല. യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅഹ. അങ്ങനെ അങ്ങോട്ട് നീണ്ട ആയത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എത്ര ദിവസം പറഞ്ഞാലും തീരില്ല. ഈ ഒരു ആയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ആക്കോട് 3 ദിവസം വഅദ് പറഞ്ഞത് ഈ ഒരൊറ്റ ആയത്താണ്. മഗ്ഫിറത്തിന്റെ പത്തിൽ വഅദ് പറഞ്ഞത് തൗബയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരൊറ്റ ആയത്താ പറഞ്ഞത്. 3 ദിവസവും ആ ഒരൊറ്റ ആയത്തിൽ ഒതുങ്ങിയെന്ന് സംസാരിച്ചു. ഈ പറഞ്ഞ മറ്റു വിഷയങ്ങളിലേക്കൊന്നും വരാതെ അവിടെ തന്നെ ഒതുങ്ങിയെന്ന് സംസാരിച്ചു. കാരണം അതിന് മാത്രം വ്യാഖ്യാനമുള്ള ഒരു ആയത്താണ്. ഞാൻ അതിൽ ഒറ്റ പോയിന്റ് ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. നസൂഹായ തൗബ ചെയ്യണം, എങ്കിൽ പടച്ചോൻ പാപം പൊറുക്കും, ഉറപ്പ്. ഇതാണ് പടച്ചോൻ പറഞ്ഞത്. പക്ഷെ എന്താണ് നസൂഹായ തൗബ? ഞാൻ പറയുന്നു, പലർക്കും ഇതെന്താന്ന് അറിയില്ല. നസൂഹായ തൗബ, അത് നസൂഹായ തൗബ അല്ലേ? അത് അറബിയാണ് നസൂഹ് എന്ന വാക്ക്. അതിന്റെ മലയാളം എന്താന്ന് പല ആളുകൾക്കും അറിയില്ല. ഉസ്താദുമാർക്കറിയും. പക്ഷെ ചിലപ്പോഴൊക്കെ അതിന് നമുക്ക് ഉസ്താദുമാർ പറഞ്ഞു തരുമ്പോ പറയാറുള്ളത്, അവരതിന്റെ ഉള്ളറകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഉസ്താദുമാർ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും. എന്ത്? നസൂഹായ തൗബ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരും. ഈ നസൂഹായ തൗബ എന്താന്ന് സാധാരണക്കാർ തിരിയാതെ അങ്ങനെ പോവണം. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കണം. നസൂഹായ തൗബ അതിനിപ്പോ ഒരു വ്യാഖ്യാനം നമുക്ക് പറയാം. ശർത്തത്തെ തൗബ.
ഷർത്തത്ത തൗബ, അത് ചെയ്താൽ പാപം പൊറുക്കും ഉറപ്പ് തന്നെ. പക്ഷെ ഈ ഷർത്തത്ത തൗബ എന്നാണോ നസൂഹ് എന്ന വാക്കിന്റെ അർത്ഥം? അല്ല. അവിടെയാണ് വിഷയം. നസൂഹ് എന്ന വാക്കിന്റെ അർത്ഥം ഷർത്തത്തല്ല. നസൂഹ് എന്ന വാക്കിന്റെ അർത്ഥം ഉപദേശി എന്നാണ്. ഉപദേശി. അപ്പൊ തൗബ നാസിഹുമല്ല, നസൂഹാണ്. നസൂഹ് എന്ന് പറഞ്ഞാൽ ഉപദേശിയാണ്. നസൂഹ് എന്ന് പറഞ്ഞാൽ പരമോപദേശിയാണ്. അതാണ് തൗബ. അപ്പൊ തൗബ നസൂഹാകുക, തൗബ നസൂഹാകുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും തൗബ ഷർത്തൊത്ത് പൂർത്തിയാകുക എന്ന് പറയൽ എപ്പോഴാണെന്നറിയോ? നമ്മളെ ജീവിതത്തിൽ നമ്മളെ വഴത് പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശി അത് നമ്മൾ ചെയ്യുന്ന തൗബയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു അബൂ സഈദിനെ ഇവിടെ പരിചയപ്പെടുത്തും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നസൂഹിന് അർത്ഥം കൊടുത്തത് ബാലിഗത്തൻ ഫിൻ നസ്ഹ്, ഉപദേശത്തിന്റെ പരമകാഷ്ഠ പ്രാപിച്ച തൗബ, ഉപദേശം അതിന്റെ പരമോന്നതിയിലെത്തിയ തൗബ. അപ്പൊ പരമോപദേശിയാണ് തൗബ. അപ്പൊ നമ്മളെ വഴന്ന് പറഞ്ഞ് നന്നാക്കുന്ന ഏറ്റവും വലിയ വാഴിവ് തൗബയാണ്. എങ്ങനെയാ തൗബ നമ്മളെ നന്നാക്കുക? തൗബ നന്നാക്കല്, തൗബയുടെ ഷർത്ത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ആ ഷർത്തുകളെ കൊണ്ട് തൗബ നമ്മെ ഉപദേശിക്കും. നസൂഹായ തൗബ അത് നമ്മളെ ഉപദേശിക്കുന്നത് 2, 3, 4 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്തു പോയ തെറ്റിൽ നല്ല ഖേദം വേണം മുഅ്മിനെ എന്ന് നസൂഹായ തൗബ നമ്മളെ ഉപദേശിക്കും. ചെയ്ത തെറ്റിൽ നല്ല ഖേദമുണ്ടാകുമ്പോഴാണ് തൗബ നസൂഹാകുക. അപ്പോഴാണ് തൗബ നമ്മളെ ഉപദേശിക്കുന്ന പവറിലേക്ക് എത്തുക. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്പർ 1 തെറ്റിൽ ഖേദിക്കുക. 2 തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. രണ്ടാമത്തേത് ഇനി ചെയ്യാതിരിക്കുക തെറ്റ്. സംഭവിച്ചു പോയതിൽ എന്തൊന്നില്ലാത്ത മനോദുഃഖം ഇനി ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. والعزم على ألا أن يعود والعزم على ألا يعود إليه. ഇനി ആ ദമ്പിലേക്ക്, ഇനി ആ പാപത്തിലേക്ക് മടങ്ങൂല എന്നുള്ള ദൃഢനിശ്ചയവും. ഇത് 3 ഉണ്ടാവുക. പിന്നെ 1 വറദ്ദുൽ മവാലിമി വസ്തിഹ്ലാലുൽ ഖുസൂം. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നസൂഹായ തൗബ? മഹാനവറുകൾ പറഞ്ഞു, നസൂഹായ തൗബ അത് ചെയ്ത ആളെ 6 കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുന്ന തൗബയാണ് നസൂഹായ തൗബ. 1 ഖേദം കൊണ്ട് ഉപദേശിക്കും. 2 തിന്മ വർദ്ധിക്കണം എന്ന് ഉപദേശിക്കും. മൂന്നാമത്തേത് ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല എന്ന് ഉപദേശിക്കും. 4 ആരെങ്കിലും വല്ലതും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹിച്ചതൊക്കെ അവർക്ക് തിരിച്ചേൽപ്പിക്കും. അവരെ എന്തെങ്കിലും വെറുപ്പിക്കുന്ന സംസാരങ്ങൾ വന്നുപോയതാണെങ്കിൽ, വാക്കിടപാടുകളാണെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കും. അതാണ് 4ാമത്തേത്. 5 ഇബ്നു അബ്ബാസ് ഈ 4 സാധാരണ എല്ലാവരും എണ്ണുന്ന 4 ഷർത്ത്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ 4 ഷർത്ത് വരും. എന്നാൽ ഒരു 2 കൂടെ പറഞ്ഞിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതെന്താ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വഅൻ തുദീബ നഫ്സക കമാ അസബ്തഹാ ഫിൽ മഅസിയ. ഒരു കാലത്ത് കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ. മഹാനവറുകളുടെ വാക്ക് അങ്ങനെയാണ്. വഅൻ തുദീബ നഫ്സക, നിന്റെ ഊർജ്ജം നീ ഉരുക്കിക്കളയലാണ്, നിന്റെ ഊർജ്ജം നീ നശിപ്പിക്കലാണ്. കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ, ആരാധനയിലായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ ആയുസ്, ആരോഗ്യം നീ ആരാധനയിലായിട്ട് നശിപ്പിക്കണം, ഊർജം ചെലവഴിക്കണം. കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ, ഒരു നീണ്ടകാലം തെറ്റിൽ നിന്റെ നഫ്സിനെ നീ തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ. അതിന് പകരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കൂത്തടി ജീവിച്ചില്ലേ, അതിന് ഒന്നും കൂടെ ബാക്കിയുള്ളവരെക്കാൾ ഒന്നും കൂടെ സജീവമായിട്ട് ഇബാദത്ത് ചെയ്യാം.
ബാക്കിയുള്ളവരൊക്കെ ഇശാവും നിസ്കരിച്ച് ഓടുന്നത് കണ്ട നീ ഇശാ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കണം. ദുഹറിന്റെ ശേഷം വേറുള്ളവരൊക്കെ 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ നിനക്ക് തോന്നണം ഞാൻ 40 ആയാലും നന്നായതാണ്, അപ്പൊ എനിക്ക് 2 റക്അത്ത് പോലെ ഞാൻ 4 റക്അത്ത് നിസ്കരിക്കട്ടെ. ഇതന്നെ പരിപാടി. ഇങ്ങനെ അങ്ങോട്ട് നന്നാവണം. 6-ാമത്തേത് പറഞ്ഞത് വഅൻ തുദീഖഹാ മിറാറത ത്വാഅതി കമാ അദഖതഹാ ഹലാവതൽ മഅസിയ. മുമ്പ് തെറ്റുകളുടെ മധുരം നുണയാൻ നിന്റെ ശരീരത്തിന് നീ വേണ്ടതുപോലെ ആ ശരീരത്തിന് ഫ്രീഡം നൽകിയില്ലേ എങ്കിൽ അതിന് പകരം ഇനി നീ ആരാധനകളുടെ കയ്പ് കൊണ്ട് നിന്റെ ശരീരത്തെ രുചിപ്പിക്കണം. ആരാധനയുടെ കയ്പ് രസം രുചിക്കട്ടെ, കുറച്ച് ബുദ്ധിമുട്ടട്ടെ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ 5-6 കാര്യങ്ങൾ എണ്ണി. ആ 5-6 കാര്യങ്ങളിൽ ആ നമ്പർ ഇട്ട് എണ്ണിയത് ഒന്ന് ചെറുതായി ഒന്ന് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് എന്താ? ഖേദം. എന്ത് ഖേദാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ തൗബ ചെയ്യുമ്പോഴുള്ളത്? എന്താണ് ഞാൻ പറയുന്നതെന്ന് പോലും അറിയാനാ പിന്നെന്ത് ഖേദമുള്ളത്? ഞാൻ എന്താ പറയുന്നത് എന്ന് പോലും മനസ്സറിയാതെയാ പറയുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നവൈത്തു നവൈത്തു സൗമഗദിൻ സൗമഗദിൻ എന്ന് പറഞ്ഞ പരിപാടിയാണെങ്കിലേ, മനസ്സ് തീരെ അറിയാതുള്ള പരിപാടിയാണെങ്കിൽ എങ്ങനെയാണ് റബ്ബി ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ മനസ്സ് കുലുങ്ങ സഹോദരാ? ഖേദം എങ്ങനെ വരും? ഖേദം വരണമെങ്കിൽ ശരിക്കും എന്താ ഈ പറയണത് ഒരു ചെറിയൊരു ഓർമ്മ വേണ്ടേ? അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടത് ഖേദമാണ്. അതായത് സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു വേദന. അതില്ലെങ്കിൽ ഒരു അർത്ഥമില്ല. അതിന്ന് പലർക്കും ഇല്ല എന്നുള്ളതാ സത്യം. അതിന്റെ തെളിവെന്താറിയങ്ങള്? അതിന്റെ തെളിവെന്താണെന്നറിയോ? മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അല്ലേ? ഒരു ഏകദേശത്തിന്റെ ഒക്കെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. ഞാൻ ജീവിതത്തിൽ മുമ്പ് ചെയ്തത്, ഇനി ചെയ്യാനുള്ളത്, അങ്ങനെ പല അർത്ഥങ്ങളും. മാക്കദ്ദംതു മാഹർത്തുനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം പറഞ്ഞു തന്നതാണ്, പഠിച്ചവനെ പുറത്തു തരണേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേ അപ്പോഴും അവൻ ചിന്തിക്കുന്നത് എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്? ഇന്നലെ ഒരാളെ പറ്റിച്ചിട്ടുണ്ട്, ഇന്നലെ ഒരാളെ തന്നിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ഒരു ഹറാമ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ഒരു ഹറാമിലേക്ക് നോക്കിയിട്ടുണ്ട്. അതിന് ഇന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു പറയും. അത് പറയുമ്പോഴും ഇവന്റെ മനസ്സിലുള്ളത് ഇന്നലെ ചെയ്തതുപോലെ ഒരു ഹറാമ് ചെയ്യാൻ ഒരു അവസരം ഇന്ന് കിട്ടുമോ ആവോ. ഇത് ചിന്തിച്ചുകൊണ്ടാണ് മൂപ്പര് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു പറയുന്നത്. എന്താണ് ജീവിതത്തിൽ വന്ന തെറ്റ്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ സീരിയൽ കണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിലെ സമയം കൊന്നു. അതാണ് വിഷയം. പടച്ചവനോട് പറയാം, പടച്ചവനെ പറ്റിപ്പോയി പുറത്തു തരണേ. ഇത് പറയുമ്പോഴും ഈ പെണ്ണിന്റെ മനസ്സിലുള്ള വിചാരം എന്താ? പടച്ചവനെ ഈ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരക്കുപ്പായ ഊരുമ്പോഴേക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോ ആദ്യം കിട്ടൂലല്ലോ. നല്ല ഖേദം. എന്ത് ഖേദമുള്ളത്, എന്ത് കുറ്റബോധമായ മക്കളുള്ളത്? നമ്മളുടെ ഇസ്തിഗ്ഫാർ നടത്തേണ്ട ഗതികേടാവുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞതിന് പടച്ചവനെ പുറത്തു തരണേ എന്ന് പറയേണ്ട പോലെ മനസ്സ് തീരെ അറിയുന്നില്ല, മനസ്സ്. നമ്മൾ പിന്നെയും തെറ്റ് ചെയ്യാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചുകൊണ്ട് പടച്ചവനെ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറയാണ്. അപ്പൊ അവിടെ ഖേദം തീരെയില്ല. പിന്നെ തിന്മയിൽ നിന്ന് മാറുന്നില്ല. ഇഖ്ലാഉ വേണം, തിന്മ പോടെ ഒഴിവാക്കണം. ഇപ്പൊ ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ ഉണ്ട്. ഈ മജ്ലിസിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു വന്നതാണ്. ഇന്ന് ഇവിടെ ദ്വാരക്കും എന്റെ കാര്യമൊക്കെ സലാമത്താവും അല്ലാഹു ആക്കി തരട്ടെ. പക്ഷെ ഈ ഒരു പ്രതീക്ഷയോടുകൂടെ എല്ലാ മാസവും ദുആ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ എല്ലാ മാസവും സലാത്തിന് പോണ ആള് എന്നുള്ളൊരു മാറ്റം ജീവിതത്തിൽ കാണണ്ടേ? അതല്ല ഉണ്ടാവുന്നത്. ചെയ്യുന്ന തെറ്റ് മുറ പോലെ ചെയ്യാണ്, എന്നിട്ടോ ഒറ്റ സലാത്തും ദുആ മജ്ലിസും മുടക്കാതെ അതിനും പോകുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇഖ്ലാഇല്ല, പാപത്തെ തൊട്ട് പിന്മാറുന്നില്ല.
പടച്ചോനെ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയണുള്ളൂ. അപ്പൊ ചിലപ്പോൾ കരഞ്ഞേക്കാം, പറയുന്നുണ്ടാകും, കരയുന്നുണ്ടാകും, കണ്ണീരൊലിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ പിന്നെ ഇങ്ങനെ ചെയ്യാം. മഞ്ചേരി ഭാഗത്തുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണർ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു മുതലാളിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ട്ണറും നല്ലൊരു മുതലാളിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സോക്കേട്. എന്താണ് ആ സോക്കേട്? സാധാരണ പണക്കാർക്ക് ഉണ്ടാകുന്ന രണ്ട്, സാധാരണ എല്ലാവർക്കും അല്ല, പടച്ചോനെ പേടിയില്ലാത്ത പണക്കാർക്ക് പലപ്പോഴും ഉണ്ടായി പോകുന്ന രണ്ട് സോക്കേടുകൾ. അത് ഇയാൾക്ക്. ഒന്ന്, അത് സാധാരണ ഉള്ള പെണ്ണ് മാത്രം പോരാ, പുതിയ വള കിലുങ്ങുന്നത് കേൾക്കണം, അപ്പോഴേ ഒരു സമാധാനം കിട്ടും. പുതിയ കുപ്പി പൊട്ടണം, പുതിയ വള കിലുങ്ങണം. വ്യഭിചാരവും മദ്യപാനവും ഇത് ചുരുക്കം ചില മുതലാളിമാർക്ക് ഉള്ള ഒരു വലിയ സുഖാണ്. സാധുക്കൾക്കും ഉണ്ട്. അങ്ങനെ വന്നാൽ മുതലാളിമാമ പറഞ്ഞതുപോലെ മഹാനാശാണ്. സാധുക്കൾ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ കടുപ്പപ്പെട്ട നാശാണ്. ഇത് വല്ലാത്ത നാശാണ്. അപ്പൊ ഏതാവട്ടെ, മുതലാളിക്ക് ധിക്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അപ്പൊ ഇയാള് പറയാണ്, എന്റെ പാർട്ട്ണർക്കും ഉസ്താദെ ഈ അസുഖമുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ വയലിന്റെ മജ്ലിസിൽ എന്റെ പാർട്ട്ണർ വരും. എല്ലാ മജ്ലിസിനും വയലിന് വരും, സ്വലാത്തിന് പോകുമൊക്കെ ഉണ്ട്. ഇയാൾ ഇപ്പോഴും സ്ഥിരമായി വ്യഭിചരിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, ഒരൊറ്റ സ്വലാത്ത് മുടങ്ങാതെ നീ മാസം മാസം പോയി പങ്കെടുക്കുന്നുണ്ടല്ലോ, ഒരു വലിയ സ്വലാത്ത് മജ്ലിസിന് അയാൾ പോയി പങ്കെടുക്കാറുണ്ട്. എന്നാ ചങ്ങായി, എനിക്ക് നിന്റെ ജീവിതം ചെറിയൊരു ചേഞ്ചിന് വിധേയമാക്കിക്കൂടെ? അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോ ഇയാള് എടുത്ത വഴിക്ക് എന്നോട് മറുപടി പറഞ്ഞു, ഉസ്താദേ, അതിപ്പോ ഒന്ന് ചെയ്തു പോയാൽ എന്താ കുഴപ്പം? അടുത്ത മാസം സ്വലാത്ത് മജ്ലിസിൽ പോയി പൊറുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് വേണ്ടേ? ഇയാൾ ചോദിക്കുക. അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുക. എന്ത് തൗബയാണ്? ഇതല്ല തൗബത്തുൻ നസൂഹ്. തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ പിന്നെ തിന്മയിലേക്ക് അടുക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന തൗബയാണ്, നമ്മളെ ഉപദേശിക്കുന്ന തൗബയാണ്. അതാണ് നസൂഹ്. കബൂലായ ഒരു തൗബ നമ്മളങ്ങോട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ തൗബ നമ്മൾ ഉപദേശിക്കും. പഠിച്ചോനെ, ഞാൻ അങ്ങനെ ഒരു തൗബ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് ആ തൗബ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നസൂഹായ തൗബ. ഖേദം വേണം, പാപത്തെ തൊട്ട് പിന്മാറണം, ഇനിയൊരിക്കലും മടങ്ങൂല എന്ന് ഉറപ്പ് വേണം. അതുപോലെ തന്നെ പൊരുത്തപ്പെടിപ്പിക്കാനുള്ളത് പൊരുത്തപ്പെടിപ്പിക്കണം, തിരിച്ചു കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കണം. എത്ര പേർക്കുണ്ട്? ഇടപാടുകൾ കുറെ ഉണ്ടാവും. വാപ്പ മരിച്ചു മുതലോരി വെച്ചപ്പോ പെങ്ങന്മാരെ സൈഡാക്കിയതാണ് ഇവൻ ചെയ്ത തെറ്റ്. ചില ആളുകളുണ്ട് അങ്ങനെ. ആരെങ്കിലുമൊക്കെ സദസ്സിലുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിന് തട്ടുന്നുണ്ടെങ്കിൽ തൽക്കാലം തലയും താത്തിയുടെ ഇരുന്നോളി, പറയല്ലാതെ ഒരു നിർവാഹമില്ല. ചില മനുഷ്യന്മാര് മനസ്സിലാക്കിയത് പെങ്ങന്മാര് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ദ്രോഹിക്കാൻ പറ്റിയൊരു വിഭാഗമാണ് എന്നാണ്. പ്രതിരോധം ഉണ്ടാവില്ല, പ്രതിരോധശേഷി ഉണ്ടാവില്ല. അപ്പൊ ആങ്ങളമാരൊക്കെ ഒന്നായിട്ട് പെങ്ങന്മാരെ മൂക്കിൽ പഞ്ഞി വെക്കുന്ന ഏർപ്പാട്, ഇങ്ങോട്ട് ഏതെങ്കിലും മുക്കിലും മൂലയിലും കൊണ്ടുപോയിട്ട് അവരാണ്ട് ഒതുക്കും. അവർക്ക് ആകളുടെ പകുതി സ്വത്താണ്, അത് ശറഅ അനുവദിച്ചതാണ്. അത് കൊടുക്കൂലെങ്കിൽ ആങ്ങളയുടെ പകുതി സ്വത്ത് അവൾക്ക് കൊടുക്കൂല. അതെന്നെ എവിടെയാ കൊടുക്കുക? പേരിന് കുറച്ചെന്തെങ്കിലും കൊടുക്കും, അത് തന്നെ കൊടുക്കുക. വൈ ഉണ്ടാകരുത്, വെളിച്ചുണ്ടാവരുത്. കാരണം എന്താ? ആങ്ങൾക്ക് തന്നെ ആ കപിച്ചൊക്കെ എടുക്കണം. അതിന് എവിടെയെങ്കിലും ഒരു മൂലയെ കൊണ്ടേ ഒതുക്കുക. പാലം കടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആരും വിചാരിക്കണ്ട, എളുപ്പത്തിലാണ്ട് കടന്നു പോകും. ഈ ജാതി ദുൽമൊക്കെ ചെയ്തവർ പാലം കടക്കണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും. ഹക്കാണത്. ആ ഹക്ക് നിങ്ങൾ ലൈലത്തുൽ ഖദറിൽ നേരം പുലരോളം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമല്ല, പെങ്ങളെ ഹക്ക് തിരിച്ചു കൊടുത്തിട്ട് വേണം പൊട്ടിക്കരയാൻ. അതാ പറഞ്ഞത് റദ്ദുൽ മളാലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ദ്രോഹങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അയൽക്കാരന്റെ അതിര് തിരക്കി അവന്റെ തേക്ക് തുരന്ന് എന്നതാക്കി, ഇതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് ഞാൻ പടച്ചവനോട് ഇങ്ങനെ ദ്വാരക്ക, പടച്ചവനെ സംഗതി അങ്ങനെ സംഭവിച്ചു പോയി, പൊരുത്തപ്പെട്ടു, എന്നെ ആദ്യം ആ തേക്കാണ് കൊടുക്കണം, ഇങ്ങോട്ട് ദ്വാരക്കണം. അല്ലാതെ ദ്വാരന്നിട്ടൊരു കാര്യമില്ല. ഇതപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം നസൂഹായ തൗബയാവണമെങ്കിൽ
യുദ്ധകാലത്ത് ചെലവ് കൊടുക്കാനുണ്ടായിരുന്നു. അതാണ് നമ്മൾ കയ്യൂക്ക് കാണിച്ച് അന്ന് കൊടുക്കാതിരുന്നത്. കിട്ടണ വയ്യോക്ക് എന്ന് പറഞ്ഞു. പെണ്ണിന് യുദ്ധകാലത്ത് ചെലവ് കൊടുക്കാനാണ്. അവളെ തൊലാക്കിയിൽ യുദ്ധകാലത്ത് ചെലവ് കൊടുത്തില്ല. നിർബന്ധമായൊരു ഹക്കായിരുന്നു. പിന്നെ അവള് യുദ്ധമൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, മക്കളായി, പേരക്കുട്ടികളായി. ഇപ്പൊ പഴയ പുതിയാപ്പിളക്ക് ഈ ഓൾഡ് ഹസ്ബൻഡിനൊരു ഒരു ചിന്ത, എന്തേ ഇങ്ങനെ ഒരു മഹാദ്രോഹം ഞാൻ അന്ന് ചെയ്തല്ലോ. എന്നിട്ട് പടച്ചവനോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇത് ആ പെണ്ണിന് തിരിച്ചു കൊടുക്കണം. അതെങ്ങനെ ഉസ്താദിന് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുക? മക്കളായി, പേരമക്കളായി, എങ്ങനെയാണ് ആ മുറ്റത്തേക്ക് കയറി ചെല്ലുക? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാരെ കാണേണ്ടതെങ്കിൽ കണ്ട്, അവളുടെ ബന്ധപ്പെട്ടവരെ കണ്ട് അവളുടെ ഭാഗം അവൾക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൾ പൊരുത്തപ്പെടണം. അല്ലാതെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു പൊരുത്തപ്പെട്ടു തരില്ല. ജനങ്ങളുമായിട്ടുള്ള ഹക്ക് ജനങ്ങളുമായിട്ട് തന്നെ തീർക്കണം, എങ്കിൽ മാത്രമേ പടച്ചവൻ പൊരുത്തപ്പെട്ടു തരുള്ളൂ. എന്നതുപോലെ വസ്തിഹ്ലാലുൽ ഖുസൂം, തർക്കങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. ചീത്ത വിളിച്ചത്, ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, കളവ് പറഞ്ഞത്. സത്യത്തിൽ എത്ര മനുഷ്യന്മാരാ നോമ്പ് നോച്ചിട്ട് ആരാനിങ്ങനെ അളന്നു കൊടുക്കുന്നവർ, എത്ര എണ്ണം ഉണ്ട് ബുദ്ധിയില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു അത്തരം ബുദ്ധി മോശക്കാരിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ബുദ്ധിശൂന്യരാണവർ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരെയും ഗീബത്ത് പറയൂല, ആ പോയത്തം എന്റെ ജീവിതത്തിൽ സംഭവിക്കൂല. അങ്ങനെ ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാനെയും ബാപ്പാനെയും മാത്രം പറയുള്ളൂ, വേറൊരാള് എന്റെ ഉമ്മാനെയും ബാപ്പാനെയും അല്ലാതെ ഞാൻ ആരെയും ഗീബത്ത് പറയൂല. ലൗ കുന്തു അഗ്താബു അഹദൻ, ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയുകയാണെങ്കിൽ അഖ്തബ്തു വാലിദയ്യ, എന്റെ മാതാപിതാക്കളെ ഗീബത്ത് പറയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞതാണ്. അപ്പോ സദസ്സ് ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, ലോകത്തൊരാളും ചെയ്യാത്ത പണിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഉമ്മാനും ബാപ്പാനെയും ഗീബത്ത് ആരും പറയല്ലോ, അതും പറയണോ? ഉമ്മാനും ബാപ്പാനെയും പറയില്ല എന്ന ബോധമുള്ള കുട്ടികൾ, അല്ലാത്തൊരു പറയുന്നല്ലേ. നേരം വെളുക്കോളം നടത്തുന്ന തലയണ മന്ത്രം ഉമ്മാനെ ഗീബത്ത് പറയലാണ്. അത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രാത്രി ഭാര്യ ഭർത്താവിനോട് നടത്തുന്ന തലയണ മന്ത്രം അമ്മായിമ്മന്റെ കുറ്റം പറയുന്നത് ഉമ്മാനെ പറ്റി ഗീബത്ത് പറയലാണ്. അത് ഗീബത്ത് കേൾക്കലാണ്, യാതൊരു സംശയവുമില്ല. അതൊക്കെ ഒന്നാമത്തെ രാത്രി അവസാനിപ്പിക്കണം. അതിനൊന്നും ചെവി കൊടുക്കരുത്. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കാനുള്ളവരോട് പറയണം. അല്ലാത്തവർ ഏതായാലും ഒരു പരുവത്തിലായിട്ടുണ്ടാകും കല്യാണ മന്ത്രത്തിൽ. ഇനി മാറണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. കല്യാണം കഴിക്കാനുള്ളവരോട് പറയണം, ഒന്നാമത്തെ രാത്രി സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഈ ദുരന്തം ഉണ്ടാവില്ല. ശരിക്കും നോക്കുങ്ങൾ എന്തൊരു ഗുൽമാണി ചെയ്യുന്നത്. ആരെങ്കിലും ഇതിന്റെ കടുപ്പ് ആലോചിക്കുന്നുണ്ടാവും. അമ്മായിമ്മയും പറയും. ചിലപ്പോ ഞാൻ ഈ വയലിങ്ങനെ പറയുമ്പോൾ പുറത്ത് അമ്മായിമാർക്ക് നല്ല രസം ഉണ്ടാവും. അമ്മായിമാര് പറയും, ഉസ്താദേ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട, അത് തന്നെയാണ് പറഞ്ഞോളി എന്ന് ചിലപ്പോ അമ്മായിമ്മയും പറയേണ്ടത്. അമ്മായിമ്മ അയൽപക്കത്ത് പോയിട്ട് മരുവളെ കുറ്റം പറയണം, ഇത് ഗീബത്താണ്, ഇത് ഗീബത്താണ്, ഒരു തർക്കവുമില്ല. അമ്മായിമ്മ ഉത്തേജനോ നോമ്പ് വിൽക്കണോ ഒക്കെ മരുവക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇത് കേട്ടാലെങ്കിലും ചിലപ്പോൾ ചില അമ്മായിമാർ ഇത് നിർത്തിക്കോളും. നിസ്കാരം നോമ്പ് ഓക്ക് കിട്ടണ ഒരു പരിപാടി അമ്മായിമ്മ സഹിക്കൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും നിർത്തി കിട്ടിയാല് അൽഹംദുലില്ലാഹ്. മരുവളോടും പറയാനുള്ള കാര്യമാണ്, പെറ്റുമ്മയെ പറ്റി ഗീബത്ത് പറയരുത്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാനും ബാപ്പാനും പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ? പറയുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പറയുകയാണെങ്കിൽ അവരെ പറ്റിയേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്താ ആരും പറയാത്തവരെ പറ്റിയാണല്ലോ, നിങ്ങൾ വലിയ ഗൗരവമുള്ള ഗീബത്താണല്ലോ പറയുന്നത്. അപ്പൊ പറഞ്ഞു, ലി അന്നഹുമാ അഹബ്ബു ബിഹസനാതി, കാരണം ഞാൻ ഒരാളെ പറ്റി ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിസ്കരിക്കണോ, നോമ്പ് വിൽക്കണോ, ഖുർആൻ ഓതണോ ഒക്കെ വേറുള്ളവർക്ക് അളന്നു കൊടുക്കാൻ തയ്യാറാവുക എന്നാണ്. ആ പണി ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്റെ നിസ്കാരം നോമ്പും ഖുർആനോത്തും ഞാൻ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കുള്ളൂ, അല്ലാതെ ആരാനെന്തായാലും കൊടുക്കില്ല. കാരണം എന്റെ നിസ്കാരം നോമ്പും കിട്ടാൻ ബന്ധപ്പെട്ടത് എന്റെ ഉമ്മയും ബാപ്പിയാണ്. ആരാനും കൊടുക്കുക ഞാനത്? അതിന്റെ അർത്ഥം ഞാൻ ആര് ഗീബത്ത് പറയൂല എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മാലിക് തങ്ങളുടെ ശിഷ്യനാണ്, താബിഈ പണ്ഡിതനാണ്, വലിയ മഹാനാണ്.
അപ്പൊ അതുകൊണ്ട് ശരിക്കും ചിന്തിക്കണം. ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും, കളവ് പറഞ്ഞിട്ടുണ്ടാവും, നമീമത്ത് പറഞ്ഞിട്ടുണ്ടാവും, കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണം. അതെങ്ങനെയാ പൊരുത്തപ്പെടിപ്പിക്കുക? അതൊരു കുറച്ചിലല്ലേ? ആ കുറച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ നേരം വെളുക്കോളും ലൈലത്തുൽ ഖദ്റിന് കരഞ്ഞിട്ട് കാര്യമില്ല. പടച്ചോനായില്ല. പടച്ചോനായണോ? പടച്ചോന്റെ കാര്യത്തിൽ പടച്ചോൻ അയഞ്ഞു വരും. അത് നിങ്ങൾ തൗബ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അയയും. തൗബ ചോദിച്ചാൽ എന്തായാലും ആയി. പക്ഷേ സൃഷ്ടികളുടെ ഇടപാടിൽ അള്ളാഹു ഇടപെടില്ല. അത് സൃഷ്ടികളെ വിട്ട് എന്നിട്ടേ പടച്ചോൻ വിട്ടുതരുള്ളൂ. ആദ്യം സൃഷ്ടികളാ വിട്ടു തരേണ്ടത്. അപ്പൊ സൃഷ്ടികളോട് പൊരുത്തപ്പെടിപ്പിക്കണം. അതിൽ ഒരു കുറവും കരുതണ്ട, ഒരു ചമ്മലും തോന്നണ്ട, കയറി അങ്ങ് പോവുക. ഞാൻ നീട്ടി വയന്ന് പറയാതെ ഇങ്ങനെ തന്നെ പറയുന്നത് ഇത് മനസ്സ് കയറണം എന്ന് കരുതിയിട്ട ക്ലാസ് ആയിട്ട് തന്നെ പറയണം. ഇത് എങ്ങനെയെങ്കിലും മനസ്സ് കയറി കിട്ടും. എന്നിട്ട് ഞാൻ നിങ്ങളും നന്നാവണം. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു ഖൽബിന് മാറ്റം തരട്ടെ. അള്ളാഹു ഖൽബിന് മാറ്റം തരട്ടെ. സുഹൃത്തുക്കളെ, നീണ്ടുപോകുന്നു. സംസാരം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അവസാനം പറഞ്ഞു, നല്ല കാലത്തൊക്കെ കുറെ കൂത്താടി നടന്നതല്ലേ, തിന്മയിൽ വിരാജിക്കാൻ നഫ്സിനെ സ്വതന്ത്രമായി വിട്ടുകൊടുത്തതല്ലേ, ഇനി കുറച്ച് നന്മയിൽ തളച്ചിടൂ, ഇനി ആരോഗ്യം അതിനുവേണ്ടി ചെലവഴിക്കൂ. ഞാൻ പറഞ്ഞു, സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകനാ. വാപ്പാന്റെ മാതിരി തന്നെയായിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാമിനെ ശക്തമായി എതിർത്തി. മുത്തുനബിയോട് വല്ലാത്ത വിരോധമായിരുന്നു, വല്ലാത്ത വെറുപ്പായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി എവിടെ കണ്ടാലും പിടികൂടാൻ ഉത്തരവിറക്കിയിരുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളും കൂടെയായിരുന്നു ഇക്രിമ എന്ന് പറയുമ്പോൾ അത്ഭുതമുണ്ട്. ആ ഇക്രിമ നന്നായത് ഭാര്യയുടെ ഉപദേശം കേട്ടിട്ടാണ്. അവസാനം സ്വന്തം പെണ്ണുങ്ങൾ ഉപദേശിച്ച് നന്നാവണം. അപ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആരാണ്, എപ്പോഴാണ്, ആര് പറഞ്ഞാലാ നന്നാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ആവാം. ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു അവസാന നിമിഷം ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കുറെ കഴിഞ്ഞതിന്റെ ശേഷം വന്നത് 10-60 വയസ്സായാലേ ആണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം പിന്നെ ഖുർആൻ അങ്ങനെ ഓതും. ഖുർആൻ ഓതിയിട്ട് കണ്ണ് കലക്കുകയാണ്, രക്ഷ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ഖുർആൻ അങ്ങനെ ഓതിയിട്ട് ക്ഷീണം വരുമ്പോ ആ ഖുർആൻ ക്ഷീണം വരുമ്പോ ഓതി ഉണ്ടല്ലോ ഒരു ക്ഷീണം വരാൻ. റമദാനിലൊക്കെ കൂടുതൽ ഖത്മ ഓതുന്നവർക്ക് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ആ ഖുർആനിൽ ഒന്ന് ഉമ്മ വെക്കും. ഉമ്മ വെച്ചിട്ട് അടയാളം വെച്ചത് പൂട്ടിയിട്ട് നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കിടക്കും. ഒരു ചെറിയ ബ്രേക്ക്, അത്രമാത്രം. ഉറങ്ങല്ല, ഒന്നിങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ ഓടി. ക്ഷീണം വരുമ്പോ പിന്നെ ഒരു ചെറിയ വിശ്രമം, റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓടും. അപ്പൊ ആരോ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ജിഹാദ് ചെയ്യണോ നഫ്സിനോട്? ഇങ്ങനെയൊക്കെ സമരം ചെയ്യണോ? നല്ല ഉന്മേഷമുള്ള സമയത്ത് ഓതിയാ പോരെ? ഉറക്കം വരുമ്പോ അങ്ങ് ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് അതൊക്കെ പറയാ. കാരണം നിങ്ങൾ 25 വയസ്സ് തൊട്ട് തുടങ്ങിയതാ, 30 തൊട്ട് തുടങ്ങിയതാ, 15 തൊട്ട് തുടങ്ങിയതാ. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. വളരെ കുറഞ്ഞ ആരാധനകളെ ആയിട്ടുള്ളൂ. ആ കഴിഞ്ഞ കാലം, എന്റെ നല്ല കാലങ്ങളൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാനാണ് ഞാൻ ചെലവഴിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രായശ്ചിത്തമാകണമെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങളെപ്പോലെ വിശ്രമിച്ചാൽ പറ്റൂല. ഞാൻ പരമാവധി മുതലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ ഇക്രിമ ഇബാദത്തിൽ മുന്നേറിയിരുന്നു. നമ്മളും അങ്ങനെയാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളുടെ നഷ്ടങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ 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 കൂടുതൽ നന്മകൾ ചെയ്യണം. അതിനവസരം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യണം. അത് വലിയൊരു കാര്യമാണ്. അപ്പോഴേ നമുക്ക് മറ്റോലൊപ്പം എത്താൻ കഴിയുള്ളൂ. എന്നാൽ തന്നെ എത്താൻ കഴിയൂല. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തെത്തിയ ഒരാള് ഹറമിൽ പോയിട്ട് എപ്പോഴും മതാഫിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ കഅബ കണ്ടുകൊണ്ട് ഇയാൾ ഇങ്ങനെ നിസ്കരിക്കും. ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ. അപ്പൊ ആരോ ഗ്രൂപ്പിൽ ചിലര് അഭിപ്രായം പറഞ്ഞു, സംഗതി നമ്മൾ അമീറിനെക്കാളും ഇഖ്ലാസ് ഇയാക്കാൻ കേട്ടോ. ഇങ്ങനത്തെ അഭിപ്രായമൊക്കെ വേഗം വരും യാത്രകളിലൊക്കെ. കാരണം ഉസ്താദ് പോലും അത്യാവശ്യം സുന്നത്തും കാര്യമൊക്കെ നമ്മളൊക്കെ നിസ്കരിക്കും പോലെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മൂപ്പർ റൂമ് പോവാ. ഇയാള് ഹറമിലാണ്ട് കൂടുക കേട്ടോ. ഇയാൾക്കാണ് ഇത് ശരിക്കും ബോധമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് നേരിട്ട് ഒരു സഹോദരനോട് പറഞ്ഞ ഒരു സംഭവം, ഒരു അനുഭവ കഥ. അങ്ങനെ ഈ ആള് അഭിപ്രായം പറഞ്ഞത്രേ,
ഞങ്ങൾ നിങ്ങളെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഈ ഉംറ സംഘത്തിൽ ഉംറ മുതലായത് നിൽക്കാം. നിങ്ങൾ എപ്പോഴും നിസ്കരിക്കുകയാണല്ലോ. ഒരു റക്കായത്തിന് 1,00,000 റക്കായത്തിന്റെ കൂലി കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ അതൊക്കെ ആയിട്ട് ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ചെയ്ത് പിന്നെ അങ്ങനെ ക്ഷീണവും ബുദ്ധിമുട്ടും തളർച്ചയൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ പോവാണ്, മടുപ്പ് തോന്നുമ്പോൾ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, ചെയ്യന്നെ എന്നിട്ട് പറഞ്ഞു. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത്രത്തോളം പറഞ്ഞു, നമ്മളെ അമീർ അടക്കം, നമ്മളെ ഉസ്താദ് അടക്കം നിങ്ങൾ ചെയ്യും പോലെ ചെയ്യുന്നില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, അത്രേ പൊന്നുമക്കളെ, ഇനി ഞാൻ തുറന്നു പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ ഉസ്താദിനെ കല്ലെറിയരുത്. ഉസ്താദ് അത്യാവശ്യ നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഉസ്താദ് റൂമിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിസ്കരിക്കുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ എന്നെ ഉസ്താദിനെ കല്ലെറിയരുത്. ഞാൻ ഈ പരിപാടി 4 കൊല്ലമായിട്ടുള്ളൂ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നിസ്കരിച്ചില്ല, ജുമാക്ക് മാത്രം പോലും. നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി എന്നല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഒരു പുതിയ ബോധം. അപ്പൊ ഞാൻ പരമാവധി ഫർള് നിസ്കാരം കളാവ് വിട്ടാണ്, മറ്റേ ആളത് അതിന്റെ സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അയാളെ കല്ലെറിയരുത്. ഇയാൾ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഈ ബോധം നല്ലൊരു ബോധമാണ്. കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് നഷ്ടമാണ്, നികത്തിയെടുക്കാൻ സമയം ഉപയോഗപ്പെടുത്തണം എന്നുള്ള ബോധം. ഇത് വളരെ പ്രധാനപ്പെട്ട ബോധമാണ്. ആ ബോധം ഉണ്ടാവണം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളും ഈ പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കണം. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങണം. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്താണ് നരകം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇനി ഖുർആൻ ഓതണം, ധാരാളം ഖുർആൻ ഓതണം, അതൊക്കെ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചൊല്ലണം, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ഇതൊക്കെ പറയാനുള്ള ഭാഗമാണ്. പക്ഷെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, ഒരു ചെറിയ ബോധം നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇപ്പം ഒരു 3 വട്ടം ഒന്ന് ചൊല്ലി നോക്ക്. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണം, എന്നെ സ്വർഗത്തിൽ കടത്തിത്തരണം, ലോകരക്ഷിതാവായ അല്ലാഹുവേ ആണ് ഈ പറയുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൽക്കാലം എന്റെ വിഷയാവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അത്തഹിയ്യാത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ. മനസ്സറിഞ്ഞ് പറയണം. അങ്ങനെ നമ്മളാണ് നിസ്കരിച്ചാൽ നരകത്തെ തൊട്ട്, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട്, ഖബറിന്റെ അദാബിനെ തൊട്ട്, ഖബറിന്റെ പരീക്ഷണത്തെ തൊട്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിൽ അതൊന്ന് തട്ടുക, അതൊന്ന് ആലോചിച്ചിട്ട് പറയാം. എന്നാല് ഏതോ ഒരു സമയത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ? പടച്ചോൻ ദയാലുവല്ല. അള്ളാഹു അങ്ങേയറ്റത്തെ കരുണ കടലല്ലേ പടച്ചോൻ. രക്ഷപ്പെടും ഉറപ്പാ. പക്ഷെ ഒരു മനസ്സാന്നിധ്യം നമ്മുടെ ഇബാദത്തുകളിലൊക്കെ ഒരല്പം ഉണ്ടാവട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. പള്ളിയിൽ നല്ല ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാക്ക് സദസ്സ് കൈമാറുമ്പോൾ, നമ്മുടെ തലപ്പാറ തങ്ങളുടെ മോനാണ്, എല്ലാവർക്കും അറിയാലോ. അവരുടെ ഉപ്പ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഏതോ ഒരു മജ്‌ലിസിൽ കുറ്റിക്കാട്ടൂർ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വയത് പറയുമ്പോൾ ഈ നരകവും സ്വർഗവും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഉപ്പ തൊട്ടടുത്ത വേദിയിൽ തൊട്ടടുത്ത കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. കാരണം അവർക്കൊക്കെ നാളെ പരലോകത്തെ കുറിച്ച് നല്ല പേടി, നല്ല ഭയം. ഇത് വലിയ ബേജാറാണ്. അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു കിട്ടണം. അവിടെ രക്ഷപ്പെടുവോ ഇല്ലേ ഒരുറപ്പും നമുക്കില്ല. നല്ല ബേജാറും വേണം, നല്ല പ്രതീക്ഷയും വേണം. ഇന്നത്തെ കാലത്തും ധാരാളം ആളുകൾ സ്വർഗാവകാശികളുണ്ട്.
ആഖിർ സമാനാണ്. എന്നൊന്നും ആരും സ്വർഗത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് ആരും കണക്ക് കൂട്ടണ്ട. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ വാഖിയന്റെ അവസാനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവരെ കുറിച്ച്. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ജസ്റ്റ് അഡ്മിഷൻ കിട്ടുമോല. അവരെ പറ്റി പറയുന്നുണ്ട്, സുല്ലത്തും മിനൽ അവ്വലീന വ സുല്ലത്തുൻ മിനൽ ആഖിരീൻ. ആദ്യത്തെവരിലും ഇഷ്ടം പോലെ ഉണ്ട്, പിൽക്കാരക്കാരിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഈ കാലഘട്ടത്തിലും ധാരാളം ആളുകൾ സ്വർഗത്തിലേക്കുണ്ട്. നമ്മളൊക്കെ ചിലപ്പോ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, ഇന്നൊന്നും ഒരൊറ്റൊന്നും സ്വർഗത്തിൽ പോകാണ്ടാവില്ല. അങ്ങനെ ആരും പറയണ്ട, അങ്ങനെ ആരും പറയണ്ട. ആഖിർ സമാനിൽ ചിലപ്പോൾ ഒരു ചെറിയ സുന്നത്തൊക്കെ നിലനിർത്തിയാൽ അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥാനം കിട്ടുന്നൊക്കെ ഹദീസിൽ കാണാലോ. അപ്പോ ഈ കാലത്തും ധാരാളം ആളുകൾ സ്വർഗത്തിലേക്കുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അപ്പൊ പ്രതീക്ഷക്ക് വകയുള്ളതാണ്. പക്ഷെ അതുപോലെ പേടിക്കണം. നരകത്തിലേക്ക് അനവധി ആളുകളുണ്ട്. അതാ കൂടുതൽ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. 10% സ്വർഗത്തിലാണെങ്കിൽ 90% നരകത്തിലായിരിക്കും. പിന്നെ മുത്തുനബി ഇടപെട്ട് കരഞ്ഞ് പിടിച്ച് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നവരായുണ്ട്. നമ്മുടെ കഴിഞ്ഞുപോയ നേതൃത്വം, ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ തങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഉലമാക്കളിൽ പ്രഗത്ഭരായിരുന്ന പല ആലിമ്യങ്ങളും, നേരത്തെ ഇവിടെ പരാമർശിച്ച ഉസ്താദുൽ അസാത്തിദ് ഒക്കെ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് പലരും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കേണ്ടവരായ എം.എ. ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം. അതുപോലെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നമുക്കൊക്കെ ഓർക്കാൻ നമ്മുടെ വന്യരായ മാതാപിതാക്കളും ഗുരുനാഥന്മാരുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ജീവിതത്തിൽ, ഞാൻ ഇന്നലെയും മിനിയാന്നും ഒക്കെ ദുആ ചെയ്യുമ്പോൾ പറഞ്ഞു, വല്ലാതെ വേദനിച്ചു പോയി. ജീവിതത്തിൽ ഒരിക്കലും മറന്നാൽ മറക്കാൻ കഴിയാത്ത ഓർമ്മയിൽ ഒന്നാണ് എന്റെ വന്യരായ ഉസ്താദ്, നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് അബ്ദുൽ ഹക്കീം അഹ്സനി, നിങ്ങളുടെ ഉസ്താദ് പള്ളിയിലെ മുദരിസ്, അദ്ദേഹത്തിന്റെ ഉപ്പയായിരുന്നു എന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ ദാരിമി കിഴക്കുംപറമ്പ്. പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഞാന് കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ വലിയ ഒരു പരിപാടിയാണ് ചെറുവാടിയിലെ പരിപാടി. ആ പരിപാടിക്ക് വേണ്ടി ഈ വർഷം സൂറത്തുൽ ഖലം എന്ന സൂറത്തിനെ അടിസ്ഥാനപ്പെടുത്തി 10 ദിവസത്തേക്കുള്ള ആ മാറ്ററുകൾ മുഴുവനും കിതാബുകൾ നോക്കി, തഫ്സീറുകൾ നോക്കി, അതൊക്കെ റെഡിയാക്കി സ്വരൂപിച്ചു. എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, എല്ലാം കഴിഞ്ഞു എന്നുള്ള നിലക്ക് അത് ഫിനിഷ് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ ഓർത്തു, ഈ കിതാബുകൾ വായിക്കാൻ ധൈര്യം പകർന്നു തന്നത് വന്യരായ ഗുരുവാണ്, ഉസ്താദാണ്. അന്ന് ചെറുപ്പത്തിൽ നഹ്വും സർഫും പഠിപ്പിച്ചു തന്നത് ഓർത്തുപോയി. എപ്പോഴും ഇടപെട്ട്, ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഞങ്ങൾ പോകുന്ന വീട്ടിൽ ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ഹാലെന്താണ് എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. വീട്ടിൽ പോകുമ്പം ബസ്സിന് കാശുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. വസ്ത്രം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുമായിരുന്നു. അതിലൊക്കെ സഹായിക്കുമായിരുന്നു. മുതഅല്ലിമീങ്ങളിൽ നിന്ന് ഒരു പൈസയും ഉസ്താദ് സ്വീകരിക്കൂലായിരുന്നു. അത് ഉസ്താദിന് മുതഅല്ലിമീങ്ങളൊക്കെ ജോലി തുടങ്ങിയാലും അത് ഇഷ്ടമില്ലായിരുന്നു. അത് സ്വീകരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല. അങ്ങനെ വളർന്നതാണ്, അങ്ങനെ വളർത്തിയെടുത്തതാണ്. അപ്പോ അന്ന് പലപ്പോഴും ഞാൻ ഇവിടെയും പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, ചെറിയ കുട്ടികളോട് പറയാണ്, കിതാബ് ഓതി പഠിക്കുമ്പോൾ ഉസ്താദ് അന്ന് നഹ്വും സർഫും ഓതി തരുമ്പോൾ തർക്കീബ് ഇറാബും ഒക്കെ ഇങ്ങനെ കണിശമായി അതിന്റെ പിന്നാലെ കൂടുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും ചെറിയ ബുദ്ധിക്ക്. പക്ഷെ അതിന്റെ മധുരം പിന്നെയാണ് അനുഭവിക്കുക. അതുകൊണ്ട് കുട്ടികൾ നന്നായി കഷ്ടപ്പെട്ട് ഓതിപ്പടിക്കണം മുതഅല്ലിമീങ്ങൾ. അങ്ങനെ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അറിയാതെ കണ്ണീരിങ്ങനെ വീണു.
അറിയാതെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഉസ്താദിനെ കുറിച്ച് ചിന്തിച്ചപ്പോ അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. കാരണം ഒന്നിരായ ഉസ്താദ് ജീവിതത്തിൽ എത്രയും അധികം സ്നേഹിച്ചു. പഠിച്ചോനെ, ആ ഉസ്താദിന്റെ ഖബർ നീ സ്വർഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. ഞാൻ ദുആ ചെയ്യേണ്ടതില്ല. ഞാൻ ഓരോ ദിവസവും വഅദ് പറയുമ്പോൾ, ദർസ് നടത്തുമ്പോൾ, ദീനീ ഖിദ്മത്ത് നടത്തുമ്പോൾ അതിന്റെ പ്രതിഫലം ഉസ്താദിന് കിട്ടിയിട്ടേ എനിക്ക് കിട്ടൂ. എനിക്കത് ഉറപ്പുണ്ട്. സൂറത്ത് യാസീൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അപ്പൊ പറയേണ്ടതില്ല, പക്ഷേ അത് നമ്മുടെ ഒരു കടമയാണ്, കടപ്പാടാണ്. ഒന്നിരായ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞാനിവിടെ പറഞ്ഞ ഓരോ ഹർഫിന്റെയും എണ്ണം കണ്ട് അവരുടെ ഹസനാത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സയ്യിഅത്തുകൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ അത് വിശാലമായി പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, അവിടുത്തെ ഖബറിലേക്ക് കിഴക്കുംപറമ്പ് പള്ളിക്കാട്ടിൽ കിടക്കുന്നു അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ സന്തോഷം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ പള്ളി ദർസിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇന്നും ഉസ്താദിന്റെ മോന്റെ കൂടെ താലിമായി തുടരുന്നുണ്ട്. എന്താണ് ആ കുട്ടിന്റെ പേര്? മോനല്ലേ? ഈ മോനാണ്. അതിന് പേര് ജാബിർ. നല്ല കുട്ടിയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഉയരട്ടെ. എല്ലാവരെയും അല്ലാഹു ഉയർത്തി തരട്ടെ. ഞാൻ പറയുന്നത് പള്ളി ദർസിൽ മഹല്ലത്തുകാരുടെ ബാധ്യതയാണ്. നിങ്ങൾ ഈ മക്കളെയും അതുപോലെ ഉസ്താദിനെയും ഒക്കെ പരമാവധി സഹായിക്കണം. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കേണ്ടത് നിങ്ങളാ. കാരണം നാളെ നിങ്ങൾക്ക് വേണ്ടി അവർ വന്ന് ശഫാഅത്ത് ചെയ്യും. ഈ മക്കള് ശഫാഅത്ത് ചെയ്യും, ഉറപ്പാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഒളവട്ടൂരിൽ എനിക്ക് ഭക്ഷണം തന്ന ഒരു ഉമ്മ, അത് വല്ലാത്തൊരു ഉമ്മയായിരുന്നു. വല്ലാതെ നോക്കിയിട്ടുണ്ട്. ആ ഉമ്മക്ക് ഇന്ന് ഏകദേശം ഒരു 90 വയസ്സോളം പ്രായം ഉണ്ടാവും. ആ ഉമ്മ ഇപ്പോഴും എന്നെ കാണുമ്പോഴേക്ക് കരയും. ഞാൻ മരിക്കുമ്പോ നിസ്കരിക്കാൻ ഇവിടെ എത്തണം നാട്ടിലുണ്ടെങ്കിൽ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതെന്തായാലും എത്തേണ്ട കേസാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉമ്മക്ക് ജീവിതത്തിൽ എപ്പോഴും പറയും, മജ്‌ലിസുകളിൽ വെച്ചൊക്കെ ഭക്ഷണം തന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ഉമ്മക്ക് ഇതെനിക്കും വേണ്ടി തന്നെയാണെന്ന് തോന്നുകയാണ്. നിങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് വെറുതെ ആവൂല. പഠിച്ചോനെ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, വെള്ളം തന്ന, പഠനോപകരണങ്ങൾ വാങ്ങിത്തന്ന, കിതാബുകൾ വാങ്ങിത്തന്ന, ഇപ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ പള്ളി ദർസ് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ നടത്തുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ട് നിങ്ങളൊക്കെ ഇടപെട്ട് ഇവിടെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. സഖാഫി അതിന്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ടോണല്ലോ, അതിന് കുറെ കാശ് വേണം, ബേജാറൊന്നുമില്ല, പടച്ചോൻ നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്തിട്ട് അത് വെറുതെ ആവൂല, ഉറപ്പാണ്. നിങ്ങൾ നല്ല മനസ്സോടെയാ കൊടുക്കുന്നത്. അതുകൊണ്ട് അതെന്തായാലും വിജയിക്കും. മർക്കസിൽ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ശരീഅത്ത് കോളേജിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 40 കൊല്ലം മുമ്പ് എടുത്ത ബിൽഡിംഗ്. അതിപ്പോ അന്ന് അടിഭാഗം സിമന്റ് ഇട്ട് അതൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഓട്ടയും മടയും ഒക്കെ ആയിട്ട് മൂട്ട നിറഞ്ഞു കിടക്കുകയാണ്. ഷെയ്ഖുനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് മാറ്റണ്ടേ. 40 കൊല്ലം മുമ്പ് പഠിച്ചത് ഞങ്ങളൊക്കെ, ഞാൻ പഠിച്ചത് 20 കൊല്ലം മുമ്പാണ്. 20 കൊല്ലമായി ഞാൻ സഖാഫിയായി ഇറങ്ങിയിട്ട്. 21ാമത്തെ വയസ്സിലാണ് ഇറങ്ങുന്നത്. ഇപ്പൊ 41 വയസ്സായി. 20 കൊല്ലം മുമ്പാണ് സഖാഫിയായി ഇറങ്ങിയത്. ഷെയ്ഖുനെ പറഞ്ഞു, ഇത് അടിഭാഗം നമുക്ക് മാർബിൾ വിരിക്കണം, ടൈലോ മാർബിളോ ഒക്കെ ആക്കണം. എന്നിട്ട് കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ചുമരിലൊക്കെ നമുക്ക് അലമാരകൾ ഉണ്ടാക്കി കൊടുക്കണം. അയല് എന്ന സംവിധാനം ഒഴിവാക്കണം. ഒരു 10 കുട്ടികൾ പഠിക്കുന്ന പള്ളിയുടെ മുകളിലേക്ക് കയറിയാൽ അവിടെ ആകെ അലങ്കോലായി കിടക്കും, ഡിസോർഡർ ആയി കിടക്കും, കാണാൻ പറ്റൂല. അപ്പൊ അറബികളൊക്കെ വന്ന് നോക്കുമ്പോ എന്തോ ഈ ചിട്ടയില്ലായ്മ കാണുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞു, നല്ല
നമുക്ക് നല്ല അലമാരകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഉഷാറാക്കാം. ഉസ്താദ് എപ്പോഴും അങ്ങനെയാണ്, മുതഅല്ലിമീങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ഉസ്താദ് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ബാച്ചിനെ വിളിച്ചിട്ട് ആ ഉത്തരവാദിത്വം ഞങ്ങളെ തലയിലാണ് വെച്ച് തന്നത്. 42 ലക്ഷം രൂപ അതിന് ചെലവ് വരും. അതിന്റെ നിർമ്മാണത്തിന് 40 റൂമിന്റെ നവീകരണം, ഒരു റൂമിന് 1 ലക്ഷത്തി ചില്ലാനം രൂപ വരും. ഞാനത് പല വേദിയിലും പറഞ്ഞപ്പോ സഹോദരിമാര് സ്വർണവും അതുപോലെ തന്നെ സഹോദരന്മാർ 10,000-വും 25,000-വും. ഇന്നിപ്പോ ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ 1 ലക്ഷം രൂപ അതിലേക്ക് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഈ മുതഅല്ലിമീങ്ങളെ സഹായിക്കാൻ ജനങ്ങള് എന്നും ഉഷാറാണ്. ഞാൻ ഇവിടെ അത് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ആരും അത് സഹായിക്കാനല്ല. ഞാൻ ആരോടെങ്കിലും ഒക്കെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് ഞാൻ ചോദിക്കും, സഹായിച്ചാൽ എന്നും അവിടെ നിലനിൽക്കും. ഇപ്പൊ 40 കൊല്ലം മുമ്പ് ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കാശ് കൊടുത്ത അറബികൾക്ക്, ഗൾഫുകാരായ സുഹൃത്തുക്കൾ, അന്നൊക്കെ ഉസ്താദ് പറയാം, ഈ ഗൾഫിൽ പാവപ്പെട്ട് അധ്വാനിക്കുന്ന സാധാരണക്കാരായ മലയാളികളെ ഉസ്താദ് കാണല്ല അന്ന് പോയിട്ട്. കാരണം അന്ന് അറബികളും പിടിപാടും ഒന്നും ആയിട്ടില്ല. അന്ന് ആ കൊടുത്ത മുഹിബ്ബീങ്ങൾക്ക് ഇന്നും ആ കാശ് ഇങ്ങനെ ഉപകരിക്കുക അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ വയത് പറയുമ്പോൾ ദർസ് നടത്തുമ്പോൾ, സഖാഫിമാരൊക്കെ ദർസ് നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ കൂലി അവർക്ക് കിട്ടുകയാണ്. കാരണം അവരാണ് അതിന് കാരണക്കാർ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കിട്ടും. നല്ല, ഞാൻ അതിലേക്ക് ഈ സദസ്സിന് 100-500 ഒന്നും ചോദിച്ച് നിങ്ങളോട് ആരോടും വാങ്ങുന്നില്ല. കാരണം അങ്ങനെ കിട്ടിയിട്ടും കാര്യമല്ല. 40 ലക്ഷം രൂപ വേണം അതിന്. 1-2 പൈസ പോരാ. പക്ഷെ മർക്കസിന്റെ കാര്യമായതുകൊണ്ട് വിജയിക്കുന്ന ഉറപ്പാണ്. ആരെങ്കിലുമൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, ഞാനുമായിട്ട് ആ വലിയ സംഖ്യ അങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് പറയാവുന്നതാണ്. ദുആ ചെയ്തു കൊടുക്കും എന്ന് ഉണർത്തുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ മജ്‌ലിസിനെ നിങ്ങൾ സഹായിക്കണം. ഈ പള്ളി, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ ഉസ്താദ്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ആളുകൾ അതിന് തയ്യാറാകുമെന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ സഹായിക്കണം എന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ തങ്ങൾ പാപ്പ നിങ്ങളോട് പറയും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. അപ്പോ എന്റെ ഉസ്താദ്, ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്നാണ്. എന്റെ ഉസ്താദിന്റെ മോനാണ് മുദരിസ് എന്നുള്ളതുകൊണ്ട് വർത്താനം അങ്ങോട്ട് എത്തിയതാണ്. എന്റെ ഉസ്താദിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കഴിഞ്ഞ ഷഅബാനിലാണ്, ഈ ഷഅബാനിലല്ല, അതിന് മുമ്പത്തെ ഷഅബാൻ 16-ലാണ് വന്യരായ ശൈഖുന ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. നോക്കൂ നിങ്ങൾ, അതൊക്കെ ഒരു തീരുമാനമാണ്, പടച്ചോന്റെ തീരുമാനം. മരിക്കുന്നതിന് മുമ്പ് വിളിച്ചു കൂട്ടി. ഞാൻ സമദക്കാൻ അന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളന്ന് ബഹ്റൈനിലോ അവരോടോ ആണ് അന്നുള്ളത്. ഞാൻ അന്ന് വോയിസ് മെസ്സേജ് ഇട്ട് അറിയിച്ചിരുന്നു. കാരണം അത് വല്ലാത്തൊരു അവസ്ഥയാണ്. മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് എല്ലാവരും ഒരുമിച്ച് കൂട്ടാം. എന്നിട്ട് ഞാൻ അന്ന് ദർസ് നടത്തുന്ന സമയത്ത് സമാജത്തിന്റെ ഫണ്ട്, ആ പൈസയൊക്കെ ഉസ്താദ കൈകാര്യം ചെയ്തത്. അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തത്. അപ്പൊ പറയാം, അതിലൊക്കെ എന്തെങ്കിലും ഒരു ഹക്കടപാട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. അത് പാലത്തുമൊക്കെ നീട്ടി വെക്കരുത്. അറിയാതെ പൊട്ടിക്കരഞ്ഞ ഒരു നിമിഷം. ഉസ്താദ് ഒരുപാട്, എന്താണ് അവരുടെയൊക്കെ സൂക്ഷ്മത നോക്ക് നിങ്ങൾ. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണത്. റദ്ദുൽ മദാലിമി വസ്തിഹ്ലാലുൽ ഖുസൂം. അത് തീർക്കുകയാണ് ആ ഇടപാട് ശിഷ്യന്മാരോട്. ആർക്കാണ് ശിഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവുക? ഉസ്താദ് ഒന്നും പറ്റിയിട്ടില്ല, ഉസ്താദിന്റെ 10 പൈസ ഇങ്ങോട്ട് കൊടുങ്ങല്ലാതെ. ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്താ ഉസ്താദ് ഈ പറയുന്നത് ഒക്കെ. അങ്ങനെ കുറെ ഉപദേശങ്ങൾ തന്നു. ആ തന്ന കൂട്ടത്തിൽ അന്ന് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തു നിന്നാണ് നന്ദി എന്ന് പഠിച്ചത്, ദാരിമിയാണ്. അപ്പൊ പറഞ്ഞു, ശൈഖുന ശംസുൽ ഉലമന്റെ അടുത്ത് നിന്ന് പഠിച്ച സുന്നത്ത് ജമാഅത്ത് ഇന്ന് മക്കളെ അത് ഞാൻ കാണുന്നത് AP ഉസ്താദിന്റെ അടുത്താണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നന്ന് ഉപദേശിച്ചൊരു ഉപദേശം. പരസ്യമായിട്ട് ഞങ്ങൾ മാത്രമുള്ളത് 2-3 ആള് മാത്രമാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പുറത്തുനിന്നുള്ളത്. 3 ഇല്ല, 2 ആളുകൾ. മാനസികമായിട്ട് ചെറിയൊരു വേദന തോന്നിയിട്ടുണ്ടാവും അവർക്ക്, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഉസ്താദ് അവസാനം ആ കാര്യവും ഞങ്ങളോട് പറഞ്ഞു, വെട്ടി തുറന്ന് പറഞ്ഞു. അവിടെ മാത്രമേ വിജയമുള്ളൂ. എന്നിട്ട് ഉസ്താദ് ചിരിച്ചു മരിച്ചു. എത്ര സന്തോഷകരമായ മരണമായിരുന്നു. ഉസ്താദിന്റെ കുട്ടികൾക്കും കുടുംബത്തിനും അല്ലാഹു ക്ഷമ നൽകട്ടെ. അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. പഠിച്ചോനെ, നാളെ സ്വർഗത്തിൽ ആ മക്കളെയും കുടുംബത്തെയും, ഞങ്ങളാകുന്ന മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അപ്പൊ ഉസ്താദിനു വേണ്ടി വന്യരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നതോടൊപ്പം 8ാമത്തെ വയസ്സിൽ എന്നെ എൻ്റെ ഉമ്മയുടെ കയ്യിലേൽപ്പിച്ച്
ഞാൻ മരിക്കുകയാണ്, എന്റെ കുട്ടിയെ ഒരു മൂല്യരാക്കണം എന്ന് വാപ്പാന്റെ ഭാഷയിൽ പറഞ്ഞു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ ഉപ്പ മരണപ്പെട്ടതാണ്. ഇന്ന് നിങ്ങൾ ഉസ്താദെന്നോ മുസ്ലിയാരെന്നോ ഒക്കെ വിളിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഞാൻ എത്തിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെന്റെ വാപ്പാന്റെ ഒരൊറ്റ ദാഹമാണ്, ആ ആഗ്രഹമാണ്. ഒരു പക്ക കർഷക കുടുംബത്തിൽ ജനിച്ചു. ഇന്നും എന്റെ കുടുംബത്തിൽ വേറൊരു മുസ്ലിയാരില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അപ്പൊ അതെന്റെ ഉപ്പാന്റെ ഒരു മോഹമായിരിക്കും അങ്ങനെ ആയത്. അതുകൊണ്ട് ആ ഉപ്പക്ക് വേണ്ടി പ്രത്യേകം തങ്ങളവറുകൾ ദുആ ചെയ്യണം. പഠിച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, തങ്ങളുടെ സഹോദരൻ വഫാത്തായി പോയിട്ടുണ്ട്, അവര്, അതുപോലെ ഉപ്പാപ്പമാരും മാമമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നുമുട്ടുന്ന മുഴുവൻ ഉമ്മമാരുടെ ഉപ്പാപ്പമാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ വാപ്പ മാതാപിതാക്കള്, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകാർ എല്ലാവർക്കും അല്ലാഹു പുറത്തു തരട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ കടത്തി തരട്ടെ, നരകത്ത് തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ സയ്യിദ് അവർകൾ പറഞ്ഞ് ദുആയിലേക്ക് പ്രവേശിക്കും എന്ന് പ്രത്യേകം ഉണർത്തുന്നു. സയ്യിദ് അവർകൾക്ക് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ തന്നു. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമദാനിലെ 21-ന്റെ രാവ്, ആ രാവിലെ ഇത്ര നല്ലൊരു സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. റമദാൻ മാസത്തിലെ ആദ്യത്തെ രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒറ്റപ്പെട്ട രാവിലെ ഈ ഒരു രാത്രിയിലുള്ള ഈ ഒരുമിച്ച് കൂടൽ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ഈ രാത്രിയിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഇജാബത്ത് നൽകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ദിക്ർ ചൊല്ലി, കൂടുതലൊന്നും നീട്ടുന്നില്ല, ആരും വിഷമിക്കണ്ട. ബാക്കിലുള്ള ആൾക്കാരും കൂടി സദസ്സിലേക്ക് ഇരുന്നാൽ വലിയ സന്തോഷം. ഒന്ന് കയറിയിരുന്നാൽ മതി, വേഗം പെട്ടെന്ന്. റമദാൻ മാസത്തിലെ അവസാന 10 രാത്രി 12:35 ഉസ്താദ്